nasopharynx, laryngopharynx, then lung, through the bronchus to the lungs. ഈ എല്ലാ ഏരിയയിൽ കൂടെയും പാസ് ചെയ്യുന്ന എയറിനെ കണ്ടീഷൻ ചെയ്യും, കണ്ടീഷൻ ചെയ്യും. ഹൗ? ഇറ്റ് ഗീവ്സ് ടെമ്പറേച്ചർ, ഇറ്റ് ഗീവ്സ് ഹ്യൂമിഡിറ്റി, ഇറ്റ് പ്രിവെന്റ്സ് ദ എൻട്രി ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്. അപ്പോൾ ഇങ്ങനെയാണ് കണ്ടീഷനിങ് ഓഫ് ഇൻസ്പയർഡ് എയർ ഉണ്ടാവുന്നത്. ബൈ ദിസ് കണ്ടീഷനിങ് ഓഫ് എയർ ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ലോവർ റെസ്പിറേറ്ററി പാസേജസ് ആൻഡ് ഇറ്റ് ഗീവ്സ് റെസൊണൻസ് ടു ദ വോയിസ്. വാട്ട് യു മീൻ ബൈ ദ റെസൊണൻസ്? റെസൊണൻസ് കോളം എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മള് ഫിസിക്സിൽ ഫിസിക്സിൽ നിങ്ങൾ ഒരു പ്രാക്ടിക്കൽ ചെയ്തിട്ടുണ്ടാവും റെസൊണൻസ് കോളത്തിന്റെ. ചെയ്തിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ റെസൊണൻസ് എന്ന് വെച്ചാൽ നമുക്കറിയാം ദാറ്റ് ഇസ് എ വൈബ്രേഷൻ, അല്ലേ? സോ ദിസ് നോസ് ഗീവ്സ് റെസൊണൻസ് ടു ദ വോയിസ്. അതുകൊണ്ടാണ് ദാറ്റ് മീൻസ് എ പേഴ്സൺ ടു പേഴ്സൺ ദിസ് വോയിസ് ഇസ് individually different, അല്ലെ? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വോയിസ് ആണ് ഓരോ ആളുകൾക്കും. ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ പാസേജ് ഓഫ് എയർ ഇൻ നോസ് ആൻഡ് ദ എയർ ഫിൽഡ് സ്പേസസ് വിച്ച് ആർ സറൗണ്ടിങ് ദ നേസൽ ക്യാവിറ്റി. നേസൽ ക്യാവിറ്റീനെ സറൗണ്ട് ചെയ്ത് കാണുന്ന ഫേഷ്യൽ ബോൺസിനകത്തുള്ള എല്ലാ എയർ പാസേജസിൽ കൂടെയും എയർ പാസ് ചെയ്യും. അങ്ങനെ എയർ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടിന്റെ വൈബ്രേഷൻസ് ആണ് നമ്മളുടെ വോയിസിനെ ടോൺ കൊടുക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഗീവ്സ് റെസൊണൻസ് ടു ദ വോയിസ്. അതുകൊണ്ടാണ് നമ്മൾ മൂക്കടഞ്ഞിരിക്കുമ്പോൾ നമുക്ക് വേറെ വോയിസ് വരുന്നത്, അല്ലേ? നോസ് ബ്ലോക്ക്ഡ് നോസ് ആണെങ്കിൽ അത് എന്തിനൊക്കെ അഫക്ട് ചെയ്യും? സ്മെല്ലിനെ അഫക്ട് ചെയ്യും, അല്ലേ? റെസ്പിറേഷനെ അഫക്ട് ചെയ്യും. പിന്നെ എന്തിനെ അഫക്ട് ചെയ്യും? വോയിസിനെ അഫക്ട് ചെയ്യും. അപ്പൊ ഇത് മൂന്നും നോസ് നോർമലി ഫങ്ഷൻ ചെയ്തില്ല എങ്കിൽ affected ആകുന്ന activities ആണ്. So that it gives resonance to the voice and also the nasal reflexes. നമുക്ക് എന്തെങ്കിലും nasal irritations, any dust particles, അല്ലെങ്കിൽ any type of smell, ഇതെല്ലാം വരുമ്പോൾ, അല്ലെങ്കിൽ anything which is trying to enter through the nasal cavity or the nostrils, that will trigger the sneezing. That will lead to a nasal reflex. That is the sneezing. We will sneeze to prevent the entry of that dust particle or the smell or the microorganism or any of the particles. To prevent the entry of these particles, by sneezing, we will throw it out. So that is also a function of nose. So hope you have understood and know about the functions of nose, isn't it? Yes, ma'am. Yes, ma'am. Okay, so shall we move to the features of the nose? All these features we are familiar and we know it, but maybe that anatomical terms we don't aware about it. So that we will study what are the features of this nose. The external nose, it is a pyramidal projection, isn't it? So this is the external nose. Can you see my diagram? Yes, ma'am. Yes, ma'am. So this is the external nose. We can see the external nose is a pyramidal projection. Isn't somewhat like a pyramidal in nature, isn't it? Pyramidal projection. It is a pyramidal projection. And features, there is a tip, root, dorsum, nostrils and ala, where you can see the tip. Tip is the free end of the nose. നേസൽ ടിപ്പ് എന്നുള്ളത് ഒരു കോമൺ ടേം ആണ്, അല്ലെ? നമ്മൾ എപ്പോഴും നോസിന്റെ തുമ്പത്താണ് ദേഷ്യം എന്നൊക്കെ പറയാം, അല്ലെ? ദാറ്റ് ഈസ് ദ ടിപ്പ് ഓഫ് ദ നോസ്. ദ ടിപ്പ് ഓഫ് ദ നോസ് ഇസ് ദ ഫ്രീ എൻഡ് ഓഫ് ദ നോസ്. ആൻഡ് ദ റൂട്ട് ഓഫ് ദ നോസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ ബേസ് ഓഫ് ദ നോസ് ഓർ ദ അറ്റാച്ച്ഡ് എൻഡ് ഓഫ് ദ നോസ്. സോ ദാറ്റ് ഈസ് കണ്ടിന്യൂസ് വിത്ത് ദ ഫോർഹെഡ്, അല്ലെ? റൂട്ട് ഓഫ് ദ നോസ് ഇസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദ നോസ് ഓൺ ദ in between two eyes. In between two eyes, that is from the root of the nose. That root of the nose continues upward with the, it is a constricted part, alle? രണ്ട് ഐയുടെയും മീഡിയൻ പോർഷനിൽ കാണുന്ന കൺസ്ട്രിക്റ്റഡ് പാർട്ട് ആണ് റൂട്ട് ഓഫ് നോസ് എന്ന് പറയുന്നത്. ആ റൂട്ട് ഓഫ് നോസ് കണ്ടിന്യൂസ് വിത്ത് ദ ഫോർഹെഡ്, സുപ്പീരിയർലി ഫോർഹെഡ് ആയിട്ട് കണ്ടിന്യൂസ് ആകും. ഇനി then there is a dorsum. Dorsum means that is the vertical part. The vertical part which is passes and continuous with both sides.
root of nose and tip of nose. ഈ രണ്ട് പോർഷനും connected by means of a vertical portion. That vertical portion is known as the dorsum of nose. Dorsum of nose is the major continuation from root of nose to the tip. അല്ലെ nose എന്ന് പറയുന്ന bridge of nose എന്ന് നമ്മൾ പറയും commonly. Bridge of nose അല്ലെങ്കിൽ dorsum of nose. That dorsum of nose continues on either side, on both sides, by means of lateral aspect of sides of the nose. Sides of the nose ഉമായിട്ട് continuous ആവുകയാണ് dorsal ചെയ്യുന്നത്. അടുത്ത ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ala of nose. Have you heard about the ala of nose? That is the expanded portion which guards the nostrils. The expanded portion which guards the nostrils are known as ala of nose. The expanded lower expanded end of the nose is known as the ala of nose. ഈ ala of nose ആണ് നമുക്ക് നല്ല എക്സ്പാൻഷൻ ആയിട്ട് and which is covering the opening അല്ലെ എക്സ്റ്റേണൽ ഓപ്പണിങ്ങിനെ കവർ ചെയ്തുകൊണ്ട് കാണുന്ന ആ പോർഷൻ ആണ് ala of nose എന്ന് പറയുന്നത്. These are the common features. ഏതൊക്കെ? tip is the free end, root or bridge is the upper narrow part, then dorsum. നമ്മൾ ബ്രിഡ്ജ് എന്ന് നോർമലി നമ്മൾ ഡോസത്തിനെയാണ് പറയാറ് കേട്ടോ. അത് റൂട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, റൗണ്ട് ബോർഡർ ബിറ്റ്വീൻ ഡോസം എന്ന് പറയുന്ന ഇറ്റ് ഇസ് എ റൗണ്ട് ബോർഡർ ബിറ്റ്വീൻ root and the tip. The nostrils are the two apertures or the two openings at the lower end. They are otherwise known as the nares. Then ala is the lower expanded or flared part on the sides of the nose. So these are the features. I will show you again. This is the root of the nose. This is the tip of the nose. And this one is the dorsum of nose. And these are the sides of the nose. And this is the external ala of nose. And this opening is known as the nostrils. And columella. Columella is the lower free end of the nasal septum. The cavity of the nose is divided into two, right and left halves, by means of a centrally placed septum. Median positioned septum is there. That is known as the nasal septum. That nasal septum, the lower end of the nasal septum, is a fibro-fatty tissue. You can feel, if you are touching at the lower end of the nose, you can feel the collection of fibro-fatty tissue as a thickening. That is the columella. Columella is the lower free end of the nasal septum. Understood? Yes, ma'am. Yes, ma'am. Yes, Okay, ma'am. now we can study about the nasal cavity. Okay, the nasal cavity or the interior of nose, അല്ലെങ്കിൽ നമുക്ക് അതിനെ internal nose എന്ന് പറയാം. External nose ന്റെ features ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. Now there is the internal features of the nose. It is divided. The nasal cavity, the complete nasal cavity is divided into right and left nasal cavities by means of a median placed nasal septum. The right and left nasal cavities are divided by means of a nasal septum. It communicates exterior through both the cavities, the right and left cavities, communicates the exterior through the nostrils and nasopharynx, that is interiorly or posteriorly. It continues or the communicates with the posterior nasal aperture. What is the term using for the posterior nasal aperture? It is the choanae. It is the choanae. Okay, NAE. The singular, plural agumbo E kudi undu. Okay, so that is the right and left cavities. We can see this as if this is a nasal cavity. The nasal cavity are divided into right and left halves by means of a centrally placed median nasal septum. Medial nasal septum. It divides the cavity into right and left halves. Okay, so this cavity interiorly communicates with the nasopharynx. This is the nasopharynx. It is interiorly or internally or posteriorly communicates with the nasopharynx. Anteriorly communicates with the എവിടേക്കാണ് communicate ചെയ്യുന്നത്? Exterior. So this is forming as the nasal cavity. Can you see the nasal cavity? Yes, ma'am. This is a nasal cavity. Now see the roof. The boundaries of the nasal cavity, how it appears. It have got a roof. Can you see the roof of the nasal cavity?
Yes, ma'am. Yes, ma'am. And Yes, there is ma'am. a floor of nasal cavity. Simply we can say the floor of the nasal cavity forms the roof of the mouth. അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. Floor of the nasal cavity which forms the roof of the mouth. See, this is the nasal cavity inside. ഇത് nasal septum വെച്ചിട്ടാണ് നമുക്ക് ആ ക്യാവിറ്റി കാണാൻ പറ്റാത്തത്. ഓക്കെ, nasal septum കാണുന്ന ഒരു സെക്ഷൻ ആണിത്. ഇതിനകത്ത് ക്യാവിറ്റി നമുക്ക് ഇതാണ്. ദിസ് ഈസ് ഫോമിങ് ആസ് ദ floor, അല്ലേ, floor of nasal cavity, and here it is forming as a roof of the nasal cavity. ആണോ? This is roof Yes, of the ma'am. nasal cavity and this is floor of the nasal cavity. Okay, floor of the nasal cavity oral cavity യുടെ roof അല്ലേ എന്ന് നോക്കൂ. ഓറൽ ക്യാവിറ്റിയും nasal ക്യാവിറ്റിയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഹാർഡ് പാലറ്റ്. പഠിച്ചില്ലേ ഹാർഡ് പാലറ്റും സോഫ്റ്റ് പാലറ്റും? Yes, ma'am. Yes, ma'am. Yes, ma'am. Badji. So simply we can say the floor of the nasal cavity is formed by the roof of the oral cavity or anterior two-third by the hard palate or the palatine process of maxilla, and posterior one-third by means of the soft palate and the palatine process, the perpendicular plate of palatine bone with the horizontal plate of palatine bone. So that is simply ഇത്രയൊന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ സിംപ്ലി പറയുന്നത് എന്താണ്? The floor of the nasal cavity is formed by എന്താണെന്ന് പറയും? സോഫ്റ്റ് ആൻഡ് ഹാർഡ് പാലറ്റ് അല്ലെങ്കിൽ റൂഫ് ഓഫ് ഓറൽ ക്യാവിറ്റി. അങ്ങനെ പറഞ്ഞാലും സിമ്പിൾ ആയിട്ട് അതാണ് അതിന്റെ മീനിങ്. ഓക്കെ, സോ each cavity is again divided into small antero-inferior part and large postero-superior part. അതായത് each nasal cavity, ഓരോ nasal cavityയും റൈറ്റ് ആൻഡ് ലെഫ്റ്റ് nasal cavities again നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ഒരു ചെറിയ ആന്റീരിയർ പാർട്ട്, അതായത് ആല ഓഫ് നോസിനകത്ത് കാണുന്ന ആന്റീരിയർ പാർട്ട്, ദാറ്റ് ഈസ് നോൺ ആസ് വെസ്റ്റിബ്യൂൾ. ആല ഓഫ് നോസ് എന്ന് പറയുന്നത് ഒരു എക്സ്പാൻഡഡ് പോർഷൻ ആണ്, അല്ലെ? ദാറ്റ് എക്സ്പാൻഡഡ് പോർഷന്റെ ഇന്റീരിയർ എന്ന് പറയുന്നതാണ് വെസ്റ്റിബ്യൂൾ. സ്മോൾ ആൻഡ്രോ ഇൻഫീരിയർ പാർട്ട്, ദാറ്റ് ഈസ് വെസ്റ്റിബ്യൂൾ. ആ വെസ്റ്റിബ്യൂളിന്റെ സ്പെഷ്യാലിറ്റി നമ്മൾ പറഞ്ഞു നേരത്തെ, there is a hair, അല്ലെ? So the vestibule is the interior of the ala of nose that is lined with the skin. The skin possesses a small, short, stiff hairs that is named as, the hairs are named as vibrissae. Vibrissae, V-I-B-R-I-S-S-A-E, vibrissae. The small antero-inferior part of the nasal cavity which is presenting as the internal aspect of ala of nose is lined with the skin. That portion, the cavity is known as vestibule of nose. Vestibule of nose. അവിടെ വരെ മാത്രമാണ് സ്കിന്ന് കണ്ടിന്യൂസ് ആകുന്നത്. അവിടെ കഴിഞ്ഞാൽ, അതായത് വെസ്റ്റിബ്യൂൾ കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എൻറ്റയർ nasal cavity is lined with mucosa or the mucous membrane. Mucous membrane വെച്ചിട്ടാണ് ലൈൻ ചെയ്തിരിക്കുന്നത്. That is a large postero-superior part. The rest of the nasal cavity is lined with the mucosa or the nasal cavity proper. It is named as the nasal cavity proper. Understood? So this is okay. Now we will study the boundaries of the nasal cavity. As I told you earlier, it have got a roof and a floor, isn't it? This is the floor, and here it is the roof, and it possesses a median nasal septum and a lateral wall. It possesses a triangular structure ആണെന്ന് വിചാരിച്ചാൽ അതിന്റെ അപ്പെക്സ് ആണ് റൂഫ്, ബേസ് ആണ് ഫ്ലോർ. ബോത്ത് സൈഡ്സ് എന്ന് പറയുന്ന മീഡിയൽ ആസ്പെക്റ്റിലേക്കുള്ള സൈഡാണ് നേസൽ സെപ്റ്റം, ലാറ്ററൽ ആസ്പെക്റ്റിലേക്കുള്ള സൈഡാണ് ലാറ്ററൽ വാൾ ഓഫ് നോസ്. അപ്പോൾ ഒരു cavity, a single half of the nasal cavity have got a roof, a floor, a medial wall or the nasal septum and a lateral wall. Understood? Yes, ma'am. These are the boundaries of the nasal cavity: roof, floor, medial wall and the lateral wall. Roof and floor and medial wall and medial wall ആണ് nasal septum, lateral wall ആണ് നമ്മൾ lateral aspect of nose touch ചെയ്യുമ്പോൾ
ആ കാണുന്ന സൈഡ്സ് ഓഫ് ദ നോസ് ഇല്ലേ, അതാണ് ലാറ്ററൽ വാൾ ഓഫ് നോസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ദ റൂഫ് വാസ് ഫോംഡ് ബൈ എത്തമോയിഡ് ബോൺ. റൂഫ് നമ്മൾ എവിടെയാണ് റൂട്ട് ഓഫ് നോസ് നമ്മൾ പഠിച്ചത്, ആ റൂട്ട് ഓഫ് നോസിന്റെ സുപ്പീരിയർ ആസ്പെക്ട് ഏതെല്ലാം ബോൺസ് ചേർന്നിട്ടാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് റൂഫ് ഓഫ് നോസ് എന്ന് പറയുന്നത്. ഓക്കെ, റൂട്ട് ഓഫ് നോസ് ഏതെല്ലാം ബോൺസ് ജോയിൻ ചെയ്താണ് ഫോം ചെയ്യുന്നത്, അതാണ് റൂഫ് ഓഫ് നോസ് എന്ന് പറയുന്നത്. ദാറ്റ് റൂഫ് ഓഫ് നോസിൽ മേജർ ആയിട്ട് ടേക്ക് പാർട്ട് ചെയ്യുന്ന ബോൺ എന്ന് പറയുന്നത് എത്തമോയിഡ്. അപ്പൊ എത്തമോയിഡിന്റെ പൊസിഷൻ തന്നെ പഠിക്കാൻ നമ്മൾക്ക് അറിയാവുന്നത് എങ്ങനെയാണ്, ദാറ്റ് ഈസ് ഫോമിങ് അറ്റ് ദ റൂഫ് ഓഫ് ദ that is forming as the roof of the nasal cavity. See, this is the ethmoid bone. Can you see it? ഇവിടെ ഒരു വയലറ്റ് കളർ പോലെ കാണാമോ? Yes, ma'am. ഓക്കെ, ആ വയലറ്റ് കളർ പോലെ കാണുന്നതാണ് എത്തമോയിഡ് ബോൺ. ഓക്കെ, ആ എത്തമോയിഡ് ബോണിന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ there is a presence of sieve like opening. ഇവിടെ കുഞ്ഞു 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 വെട്ടുകൾ പോലെ കണ്ടോ അതിനകത്ത്? അതാണ് ക്രിബ്രിഫോം പ്ലേറ്റ്. ക്രിബ്രിഫോം എന്ന് വെച്ചാൽ സീവ് ലൈക്ക് എന്നാണ് അതിന്റെ മീനിങ്. ക്രിബ്രിഫോം, ഓക്കെ, സീവ് ലൈക്ക്. അപ്പൊ ഈ ക്രിബ്രിഫോം പ്ലേറ്റ് ഓഫ് എത്തമോയിഡ് എന്ന് എഴുതിയിരിക്കുന്നതാണ് അതിന്റെ റൂഫ് ഫോം ചെയ്യുന്ന ഒരു സ്ട്രക്ചർ. ആ ക്രിബ്രിഫോം എന്ന് പറയുന്നത് സീവ് ലൈക്ക്. there are the openings through which the olfactory nerve-ന് nasal mucosa-യിൽ നിന്ന് ബ്രെയിനിലേക്ക് പാസ് ചെയ്യാനുള്ള ഓപ്പണിങ്സ് ആണ് ഇതെല്ലാം. ഓക്കെ, നേസൽ മ്യൂക്കോസയിൽ നിന്ന് ഓൾഫാക്ടറി നെർവ്സ് എറൈസ് ചെയ്തിട്ട് ഈ കാണുന്ന സ്മോൾ ഓപ്പണിങ്സിൽ കൂടെ ക്രേനിയൽ ക്യാവിറ്റിയിലേക്ക് എൻ്റർ ചെയ്ത് ഫ്രോണ്ടൽ ലോബ് ഓഫ് സെറിബ്രത്തിലേക്ക് ജോയിൻ ചെയ്യും. അപ്പോൾ അങ്ങനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് സീവ് ലൈക്ക് ഓപ്പണിങ്സ് ഉണ്ട് ഇവിടെ. അപ്പൊ അതുകൊണ്ടാണ് അത് ആ വേർഡ് അതിന് യൂസ് ചെയ്യുന്നത്, ക്രിബ്രിഫോം പ്ലേറ്റ് ഓഫ് എത്തമോയിഡ്. Cribriform plate of ethmoid. So the roof is majorly formed by cribriform plate of ethmoid, and the cranial cavity in olfactory nerves cranial cavity like olfactory nerves nasal cavity il പോകുന്ന openings ആണ് cribriform plate of ethmoid ൽ കാണുന്ന openings. Okay, ഇനി അത് കൂടാതെ റൂഫ് ഫോം ചെയ്യുന്ന സ്ട്രക്ചർ ആണ് the nasal spine of frontal bone. Can you see a red ഒരു brown കളറില് frontal bone കാണാമോ അവിടെ? Yes, ma'am. അതിൽ frontal spines ഒക്കെ ഉള്ള frontal bone അല്ലെ? ആ frontal ബോണിൽ നിന്ന് താഴേക്ക് ഒരു പ്രൊജക്ഷൻ ഉണ്ട് nasal ബോണിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ? That is a nasal spine of frontal bone. Nasal spine of frontal bone. അപ്പൊ റൂഫിൽ നമുക്ക് ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ തന്നെ കാണാം മുകളിൽ വരുന്ന 3 ബോൺസ് അല്ലെ? ഒന്ന് നേസൽ ബോൺ ആണ്, യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നു. നേസൽ ബോൺ ഉണ്ട്. അത് കഴിഞ്ഞ് അതിന് തൊട്ട് പുറകിലായിട്ട് ഫ്രോണ്ടൽ ബോൺ ഫോം ചെയ്യുന്നുണ്ട്. അതിന് തൊട്ട് പോസ്റ്റീരിയർലി എത്തമോയിഡ് ബോൺ. അപ്പൊ ഈ 3 ബോൺസ് ആണ് റൂഫ് ഫോം ചെയ്യുന്നത്. ഒന്ന് ബിഹൈൻഡ് ടു ആന്റീരിയർ ഒരു പോസ്റ്ററോ ആന്റീരിയർലി ആണ് സ്ട്രക്ചേഴ്സ് പറയുന്നതെങ്കിൽ ക്രിബ്രിഫോം പ്ലേറ്റ് ഓഫ് എത്മോയിഡ് ഉണ്ട്, നേസൽ സ്പൈൻ ഓഫ് ഫ്രോണ്ടൽ ബോൺ ഉണ്ട്, നേസൽ ബോൺ ഉണ്ട്. Understood the roof of the nasal cavity? Yes, ma'am. Okay, so these 3 bonds forming as the roof of the nasal cavity. These 3 bonds, ethmoid, frontal, and the nasal bonds. Then one more thing, posteriorly a small portion, that is the anterior surface of body of sphenoid. Anterior surface of body of sphenoid. Can you see the sphenoid air sinus കാണാമോ ഇതിനകത്ത് ലേബൽ ചെയ്തേക്കുന്നത്? അപ്പൊ ആ സ്ഫീനോയിഡ് എയർ സൈനസ് കാണുന്ന ആ ഒരു ബ്രൗൺ കളർ പോലെ കൊടുത്തിരിക്കുന്ന ബോണാണ് സ്ഫീനോയിഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്ഫീനോയിഡിന്റെ ബോഡിയിലാണ് ആ ക്യാവിറ്റി കാണുന്നത്. ഓക്കെ, ആ ബോഡി ഓഫ് സ്ഫീനോയിഡിന്റെ ആന്റീരിയർ സർഫേസ്. അപ്പൊ പോസ്റ്റീരിയർലി ദ റൂഫ് ഇസ് ഫോംഡ് ബൈ ദ ആന്റീരിയർ സർഫസ് ഓഫ്, ബിക്കോസ് ഇതാണ് ആന്റീരിയർ ആസ്പെക്ട് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ആന്റീരിയർ ആസ്പെക്ടിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ബോഡി ഓഫ് സ്ഫീനോയിഡിന്റെ സർഫസ്, അതാണ് മീനിങ്. അപ്പൊ ആന്റീരിയർ സർഫസ് ഓഫ് ബോഡി ഓഫ് സ്ഫീനോയിഡ്. അപ്പൊ നമുക്ക് 4 ബോൺസ് ആയി. ആദ്യം നമ്മള് 3 എണ്ണം ഫ്രം ആന്റീരിയർ ടു പോസ്റ്റീരിയർ പറയുകയാണെങ്കിൽ നേസൽ ബോൺ ഉണ്ട്, ഫ്രോണ്ടൽ ബോൺ ഉണ്ട്, എത്തമോയിഡ് ഉണ്ട്. ഇനി എത്തമോയിഡിനെ കൂടി
പോസ്റ്റീരിയർലി കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ബോണാണ് സ്ഫീനോയിഡ്. അപ്പൊ സ്ഫീനോയിഡിന്റെ ബോഡി ഓഫ് സ്ഫീനോയിഡിന്റെ ആന്റീരിയർ സർഫസ് കൂടി എന്തിലുണ്ട്? റൂഫ് ഫോം ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഒന്ന് പറയൂ, റൂഫ് ഫോം ചെയ്യുന്ന 3 ബോണിന്റെ പേര് 4 ബോണിന്റെ പേര് മാത്രം പറഞ്ഞാൽ മതി. ഏതൊക്കെയാ ബോണ്? Ethmoid bond. Ethmoid bond, nasal bond, frontal bond, And sphenoid. Ethmoid bond. Okay. Now we will study about the floor. Floor ആണ് ദാ ഈ പിങ്ക് കളറിലും ബ്ലൂ കളറിലും കൊടുത്തേക്കുന്ന കാണാമോ? yes ma'am. അപ്പൊ ഫ്ലോർ ആണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. Floor is formed by the horizontal. Floor is formed or as forming as horizontal. അല്ലെ, horizontally placed floor ആണ്. അപ്പൊ it is formed by the upper surface of hard palate. ആണോ? It is formed by the upper surface of hard palate. അതിന്റെ anterior 2/3. Hard palate in the anterior 2/3 is formed by the palatine process of maxilla. Posterior 1/3 is formed by the horizontal plate of palatine bone. Palatine bone ന്റെ പാർട്ട് ആണ് ആ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത്. Can you see it? Yes, ma'am. Yes ma'am. ഇവിടെ ലേബൽ ചെയ്തേക്കുന്ന കണ്ടോ? horizontal plate of palatine bone കണ്ടോ? സോ horizontal plate of palatine ബോണും അതുപോലെ മാക്സിലയുടെ പാലറ്റൈൻ പ്രോസസ്സും ഹൊറിസോണ്ടൽ. അപ്പൊ ഇതേ കാര്യമായിരിക്കും നിങ്ങൾ ഹാർഡ് പാലറ്റിന്റെ ഫോർമേഷനിൽ 2 ബോണി എലമെന്റ്സ് പഠിച്ചിട്ടുണ്ടാവുക അല്ലെ? ഹാർഡ് പാലറ്റിന്റെ ഫോർമേഷൻ പഠിച്ചപ്പോൾ ഹാർഡ് പാലറ്റ് മാം പഠിപ്പിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും ഹാർഡ് പാലറ്റ് ഇസ് ഫോംഡ് ബൈ ദ പാലറ്റൈൻ പ്രോസസ് ഓഫ് മാക്സില ആൻഡ് ദ ഹൊറിസോണ്ടൽ പ്ലേറ്റ് ഓഫ് പാലറ്റൈൻ ബോൺ. ഈ പണ്ട് പഠിച്ച കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മൊത്തത്തിൽ എല്ലാവരും സൈലന്റ് ആയി പോകും അല്ലെ? ഓക്കെ, എനിവേ ഞാൻ അത് ചോദിച്ച് നിങ്ങളുടെ മൂഡ് കളയുന്നില്ല. So these are the 2 roof and the floor. Nasal cavity യുടെ റൂഫും ഫ്ലോറും നമ്മൾ പഠിച്ചു. മനസ്സിലായോ എന്താ പറഞ്ഞതെന്ന്? ബോയ്സ് ആരും സംസാരിക്കുന്നില്ല. മിഥുനുണ്ടോ അവിടെ? സിദ്ധാർത്ഥ് ഉണ്ടോ? അഖിലുണ്ടോ? Yes, ma'am. സനൂപ് ഉണ്ടോ? ഹേഷാം ഉണ്ടോ? Yes, ma'am. ചോദിക്കുമ്പോ മാത്രം മിണ്ടിയാ മതി കേട്ടോ മക്കളെ. മിണ്ടരുത് കേട്ടാ. അല്ലാത്ത സമയത്തൊക്കെ നിങ്ങൾ പെൺപിള്ളേർക്ക് മാത്രമല്ലേ സംസാരിക്കാൻ പാടുള്ളൂ. ഓക്കെ, എനിവേ ഇതൊക്കെ റെക്കോർഡ് ആവുന്നുണ്ട്, ഈ വഴക്ക് പറയുന്നതല്ല. ഓക്കെ, എനിവേ അതെനിക്ക് കട്ട് ചെയ്യണമെങ്കിൽ അത് കട്ട് ചെയ്യാനും പറ്റില്ലാത്ത അവസ്ഥയാണ്. ഓക്കെ, എനിവേ എല്ലാരും റെസ്പോണ്ട് ചെയ്യുക. എല്ലാരും കേൾക്കുന്നുണ്ടോ ക്ലാസ്? Yes ma'am. Yes ma'am. അപ്പൊ ജസ്റ്റ് ഒന്ന് ടെൽ മീ വിച്ച് ഇസ് ദ റൂഫ് ഫോമിംഗ് ദ nasal cavity, which are the bones forming the roof of the nasal cavity? Nasal bone, Nasal bond, nasal spine, frontal ethmoid bone, bond, and body of sphenoid. Okay. So sphenoid, simply പറയുകയാണെങ്കിൽ sphenoid, ethmoid, frontal, nasal. ഫ്ലോർ ഫോം ചെയ്യുന്ന 2 ബോൺസ് ഏതൊക്കെയാ? Horizontal plate of hard palate, maxillary, palatine process. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇത്രയും 2 മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ബൗണ്ടറിയാണ് നമ്മൾ റൂഫും ഫ്ലോറും പഠിച്ച. പിന്നെ അടുത്ത ബൗണ്ടറി ഏതാണ്? മീഡിയൽ വാൾ അല്ലെ? അപ്പൊ നമ്മൾ ഇനി മീഡിയൽ വാൾ ആണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ജസ്റ്റ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഇതാണ് നമ്മൾ നോട്ടിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നോട്ട്സിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി അതിനു വേണ്ടി ടൈം വേസ്റ്റ് ചെയ്യണ്ട, അടുത്തതിലേക്ക് പോവാം. നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ മീഡിയൽ വാൾ ഓർ ദ നേസൽ സെപ്റ്റം. ഇതിന്റെ സ്പെഷ്യാലിറ്റി നേസൽ സെപ്റ്റവും, അതായത് ബോത്ത് വാൾസ് ഓഫ് ദ നേസൽ ക്യാവിറ്റി, നേസൽ സെപ്റ്റം ആയിക്കോട്ടെ ലാറ്ററൽ വാൾ ഓഫ് നോസ് ആയിക്കോട്ടെ, ഇത് രണ്ടും എന്തുണ്ട്? ബോണി എലമെന്റ്സും കാർട്ടിലേജിനസ് എലമെന്റ്സും കൂടി ജോയിൻ ചെയ്താണ് ഫോം ചെയ്തിരിക്കുന്നത്. 2 വാൾസിലും, മീഡിയൽ വാളിലും ലാറ്ററൽ വാളിലും there is a presence of bony parts and the cartilaginous part. Bony elements are there along with the cartilaginous part. അപ്പൊ bony elements ആണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. Okay, so this is the nasal septum. Okay, nasal septum കാണാമോ? ഇതാണ് nasal septum. Okay, ഇത് nasal septum എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവണേന്ന് വെച്ചാ ഇങ്ങനെ ഇരിക്കും nasal septum. അതായത് മ്യൂക്കസ് മെമ്പറിനൊക്കെ കവർ ചെയ്തിട്ട് നമുക്ക് ബോൺ ഏതാ
പിന്നെ കാർട്ടിലേജ് ഏതാണെന്നൊന്നും മനസ്സിലായിട്ടല്ല ഇരിക്കുന്നത്. അങ്ങനെ ഒന്നും മനസ്സിലാകുന്ന രീതിയിലല്ല കാണുന്നത്. ഇതുപോലെയായിരിക്കും നമ്മുടെ നേസൽ സെപ്റ്റം ഇരിക്കുന്നത്. മനസ്സിലായോ? ഇതില് ഇത് സ്കീമാറ്റിക് റെപ്രസെന്റേഷനിൽ കാണിച്ചിരിക്കുകയാണ് ഏതെല്ലാം ബോൺസും ഏതെല്ലാം കാർട്ടിലേജസും ചേർന്നാണ് നേസൽ സെപ്റ്റം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ അത് പഠിക്കാൻ പോവാ. അതിനു മുമ്പ് ഞാൻ ഇതാണ് ലാറ്ററൽ വോൾ ഓഫ് നോസ്. അതായത് ആ നേസൽ സെപ്റ്റം എടുത്ത് മാറ്റിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ലാറ്ററൽ വോൾ ഓഫ് നോസ് എന്ന് പറയുന്നത് ഇതാണ്. കണ്ടോ? കാണാമോ എല്ലാവർക്കും? കണ്ടോ? ഒരു സൈഡ് ഓഫ് നോസ്, ലാറ്ററൽ വോൾ ഓഫ് നോസ് ഇതാണ്. അതുപോലെ നേസൽ സെപ്റ്റം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ നേസൽ സെപ്റ്റം, ഈ കാണുന്ന നേസൽ സെപ്റ്റം എടുത്ത് മാറ്റിയാൽ കാണുന്ന വ്യൂ ആണ് നമ്മളിപ്പം കണ്ടത്. ഇത് കണ്ടോ? ഇത് തന്നെ ഇതില് വേറെ എവിടെയോ ഞാൻ അതിന്റെ ഇങ്ങനെ ഇരിക്കും. കണ്ടോ? ആ ബോൺസും കാർട്ടിലേജസും എല്ലാം തന്നെ എന്ത് കവർ ചെയ്തിട്ടുണ്ടോ? മ്യൂക്കസ് മെംബ്രെയിൻ കവർ ചെയ്ത് ഇതുപോലെയാണ് നമുക്ക് കട്ട് സെക്ഷനിൽ കാണാൻ പറ്റുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ കളറിൽ അല്ലെങ്കിൽ ഇതുപോലെയാണ് മ്യൂക്കസ് മെംബ്രെയിൻ എല്ലാം കവർ ചെയ്ത് വളരെ സ്മൂത്ത് ആയിട്ടാണ് നമുക്ക് ലാറ്ററൽ വോൾ ഓഫ് നോസ് ഇരിക്കുന്നത്. ഇങ്ങനെയാണ് നേസൽ സെപ്റ്റം ഇരിക്കുന്നത്. ഇങ്ങനെയാണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ നേസൽ സെപ്റ്റം ഫോം ചെയ്യുന്ന ബോൺസും കാർട്ടിലേജസും ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഞാൻ പറയുമ്പോ ആ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആ കമ്പോണൻസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പെർപെൻഡിക്കുലർ പ്ലേറ്റ് ഓഫ് എത്തമോയിഡ്. ഞാൻ ആ നോട്ടില് എത്തമോയിഡ് എന്ന് എഴുതിയിട്ടുണ്ടോ നോക്കണം. അതാ ഇവിടെ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ. ബോണി മിഡിൽ വോൾ ഓഫ് നേസൽ സെപ്റ്റത്തില് പെർപെൻഡിക്കുലർ പ്ലേറ്റ് എന്ന് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ആ നോട്ടില് നിങ്ങൾ പെർപെൻഡിക്കുലർ പ്ലേറ്റ് ഓഫ് എത്തമോയിഡ് എന്ന് എഴുതിയ നോട്ട് ഞാൻ അയക്കാം നിങ്ങൾക്ക്. അപ്പം എത്തമോയിഡ് എന്നാണ് കേട്ടോ. അത് ഞാൻ വിട്ടുപോയതാണ് എഴുതിയപ്പോ. പെർപെൻഡിക്കുലർ പ്ലേറ്റ് ഓഫ് എന്താണ്? ഇതാണ് എത്തമോയിഡിന്റെ പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ എന്താണ് മീനിങ് എന്ന് അറിയാമോ? Form 90 degree. Which is forming as 90 degree. Very good. അപ്പൊ അത് നമ്മുടെ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ നേസൽ ക്യാവിറ്റി. ഇനി ഈ വ്യൂ നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങളുടെ മുഖത്തിരിക്കുന്ന മൂക്കിനെ പറ്റി ചിന്തിക്കാം. അപ്പോ അത് സെൻട്രൽ പോർഷനിൽ നിന്ന് റൂട്ട് ഓഫ് നോസിൽ നിന്ന് ഡൗൺവേർഡ്ലി ഒരു പെർപെൻഡിക്കുലർ പ്ലേറ്റ് ഡൗൺവേർഡ്ലി ഡയറക്റ്റഡ് ആയിട്ട് ഹാങ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കൂ. ഫ്രം ദ ക്രിബ്രിഫോം പ്ലേറ്റ് ഓഫ് എത്തമോയിഡ്. കണ്ടോ? ഇതാണ് ക്രിബ്രിഫോം പ്ലേറ്റ് ഓഫ് എത്തമോയിഡ്. ആ ബോണിൽ നോക്കിക്കോളൂ. ആ ക്രിബ്രിഫോം പ്ലേറ്റ് ഓഫ് എത്തമോയിഡിൽ നിന്ന് താഴേക്ക് ഡയറക്റ്റ് ചെയ്ത് ഒരു പാർട്ട് ഓഫ് a plate of ethmoid bone can be seen. That is the ഏതാണ്? perpendicular plate of ethmoid. Understood? Apo first bony part which is forming the nasal septum is perpendicular plate of ethmoid bone. Understood? Yes, ma'am. Yes, ma'am. Okay. Perpendicular plate of ethmoid. ആദ്യത്തെ. Next one, vomer. വോമർ എന്ന് പറഞ്ഞ ബോൺ 206 ബോൺസിൽ പഠിച്ചിട്ടുണ്ടാവും. വോമർ നേസൽ ബോൺ അല്ലെ നോസിനകത്ത് കാണുന്ന ബോണാണ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് വോമർ ബോൺ. വോമർ. ഇനി അടുത്തത് നേസൽ ബോണിന്റെ ഫ്രോണ്ടൽ ക്രസ്റ്റ്. ഫ്രോണ്ടൽ ക്രസ്റ്റ് നേസൽ ബോണിന്റെ ഫ്രോണ്ടൽ ക്രസ്റ്റ്. നേസൽ ബോണിന്റെ ഫ്രോണ്ടൽ ക്രസ്റ്റ്, അതായത് ഈ എത്തമോയിഡുമായിട്ട് ജോയിൻ ചെയ്യുന്ന പോർഷൻ. നേസൽ ബോണിന്റെ ഫ്രോണ്ടൽ ക്രസ്റ്റ് ഓഫ് നേസൽ ബോൺ. നേസൽ സ്പൈൻ ഓഫ് ഫ്രോണ്ടൽ ബോൺ. നേസൽ സ്പൈൻ കണ്ടോ? നേസൽ ബോണിന്റെ തൊട്ടു ബാക്കിലായിട്ട് നമുക്ക് ഫ്രോണ്ടൽ ബോൺ കാണാം. അപ്പോൾ അതിന്റെ ഡൗൺവേർഡ്ലി പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയ പോർഷൻ ആണ് നേസൽ സ്പൈൻ. So nasal spine of frontal bone. അടുത്തത് the crustosphenoid. സ്ഫീനോയിഡിൽ നിന്ന് ഒരു പ്രൊജക്ഷൻ കണ്ടോ? എത്തമോയിഡിന്റെ പെർപെൻഡിക്കുലർ പ്ലേറ്റിലേക്ക് ഇരിക്കുന്ന ഒരു പ്രൊജക്ഷൻ കണ്ടോ? Yes, ma'am. That is the crust of sphenoid. Crust of sphenoid. അടുത്തത് horizontal plate of palatine bone. നമ്മൾ നേരത്തെ കണ്ടതാണ്. horizontal plate of palatine bone നമ്മൾ കണ്ടതാണ്. Then palatine process of maxilla.
palatine process of maxilla. ഒന്നുകൂടി പറയട്ടെ. Perpendicular plate of ethmoid, vomer, frontal crest of nasal bone, nasal spine of frontal bone, crest of sphenoid, horizontal plate of palatine bone, the palatine process of maxilla. കിട്ടിയോ? Yes, ma'am. Yes, ma'am. ഒന്ന് പറയൂ കേൾക്കട്ടെ. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. Perpendicular plate of ethmoid bone. Perpendicular plate of ethmoid, vomer, frontal crest of nasal bone, nasal spine of frontal bone, crest of sphenoid, horizontal plate of palatine bone, and the palatine process of maxilla. ഓക്കെ. സോ എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞേ? ഒന്ന് പെട്ടെന്നൊന്ന് എണ്ണിട്ട് പറഞ്ഞേ. 7. വെരി ഗുഡ്. 7 കമ്പോണൻസ്. അത് നമ്മൾ പഠിച്ചില്ലേ 7 കമ്പോണൻസ്? ഇപ്പം മറന്നുപോവോ ഇനി? ഇല്ല മാം, മറക്കില്ല. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ഇനി നമ്മൾ അതിന്റെ കാർട്ടിലേജസ്, കാർട്ടിലേജസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാർട്ടിലേജസ് ഇസ് ഫോംഡ് ബൈ സെപ്റ്റൽ കാർട്ടിലേജ്. ആ ഡയഗ്രത്തിൽ സെപ്റ്റൽ കാർട്ടിലേജ് ഉണ്ടോ എന്ന് നോക്കൂ. പൊസിഷൻ പറയാം. ഇറ്റ് ഫോംസ് ദ ആന്റീരിയർ പാർട്ട് ഓഫ് ദ സെപ്റ്റം. അല്ലേ? ഇറ്റ് ഫോംസ് ദ ആന്റീരിയർ പാർട്ട് ഓഫ് ദ സെപ്റ്റം, isn't it? സെപ്റ്റൽ കാർട്ടിലേജ്. അപ്പൊ ഒന്ന് നോക്കൂ, നമ്മളുടെ നോസിന്റെ ഒരു സെൻട്രൽ ഒരു ഹാഫ് വേ കഴിഞ്ഞ് നമുക്ക് ഈ നേസൽ സെപ്റ്റത്തിനെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. ഒരു ആ നോസിന്റെ ലോവർ എൻഡിൽ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. മൂവ് ചെയ്യുന്നില്ലേ നോസ്? അത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഈസ് ദ ഫ്ലെക്സിബിൾ ആന്റീരിയർ എൻഡ് വിച്ച് ഈസ് ഫോംഡ് വിത്ത് ദ സെപ്റ്റൽ കാർട്ടിലേജ്. കേട്ടോ? സെപ്റ്റൽ കാർട്ടിലേജ്, അതായത് നേസൽ ബോൺ കഴിഞ്ഞിട്ട് നേസൽ ബോണിന്റെ പോർഷൻ വരെ നമുക്ക് അതിനെ മൂവ് ചെയ്യിക്കാൻ പറ്റില്ല. നേസൽ ബോൺ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന പോർഷൻ, നേസൽ ബോൺ മാത്രമല്ല, രണ്ട് സൈഡ്സിലും മാക്സില കൂടി ഫോം ചെയ്യുന്നുണ്ട് ലാറ്ററൽ ആസ്പെക്റ്റിൽ, ലാറ്ററൽ വാൾ ഓഫ് നോസിലെ. അപ്പൊ ആ മാക്സിലയുടെ പോർഷനും കൂടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം, ആന്റിറോ ഇൻഫീരിയർ ആസ്പെക്ട് ഓഫ് ദ നോസ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആവുന്നത് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് സെപ്റ്റൽ കാർട്ടിലേജ് ആണ്. മനസ്സിലായോ? സോ സെപ്റ്റൽ കാർട്ടിലേജ് ഫോംസ് ദ ആന്റീരിയർ പാർട്ട് ഓഫ് ദ നേസൽ സെപ്റ്റം. അണ്ടർസ്റ്റുഡ്? Yes, ma'am. ഇനി അതുപോലെ ദ ആലാർ കാർട്ടിലേജസ് കണ്ടോ? നേസൽ സെപ്റ്റത്തിന്റെ പാർട്ടായിട്ട് വരുന്നതാണ് ആലാർ കാർട്ടിലേജസ്. ഈ ആലാർ കാർട്ടിലേജ് ശരിക്കും ലാറ്ററൽ വാൾ ഓഫ് നോസിലാണ് കാണുക. കാരണം നമുക്കറിയാം സൈഡ്സ് ഓഫ് ദ നോസിന്റെ കണ്ടിന്യൂഷൻ ആണ് ആല. അപ്പൊ അതിൽ നിന്ന് രണ്ട് പ്രൊജക്ഷൻസ് നേസൽ സെപ്റ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ആലയനെ അവിടെ പിടിച്ചു നിർത്തുന്ന രണ്ട് അറ്റാച്ച്മെന്റ്സ് ഉണ്ടാവണമല്ലോ. രണ്ട് സൈഡിലുമുള്ള ആലയം നേസൽ സെപ്റ്റമായിട്ട് മീഡിയൻ പോർഷനിൽ കണ്ടിന്യൂസ് ആകുന്ന 2 പ്രോസസ്സസ് ഉണ്ട്. അതിനെ നമ്മൾ എന്ത് പറയും? സെപ്റ്റൽ പ്രോസസ്സസ് ഓഫ് മേജർ ആലാർ കാർട്ടിലേജസ്. സെപ്റ്റൽ പ്രോസസ്സസ് ഓഫ് മേജർ ആലാർ കാർട്ടിലേജസ്. ഇനി ഈ സെപ്റ്റൽ കാർട്ടിലേജിന്റെയും അത് ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടില്ല. ഇതുപോലെ ഈ ഇവിടെ സെപ്റ്റൽ കാർട്ടിലേജും പെർപെൻഡിക്കുലർ പ്ലേറ്റ് ഓഫ് എത്തമോയിഡും കണ്ടോ? ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന ഈ പോർഷൻ ഇല്ലേ, ഈ ഒരു ആംഗിൾ പോലെ തോന്നുന്ന ഈ പോർഷൻ, ഇവിടെ ഈ പോർഷനില് there may be the presence of ഒരു സിംഗിൾ അഡീഷണൽ പീസ് ഓഫ് കാർട്ടിലേജസ് ചില കേസസിൽ കാണാം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് ജേക്കബ്സൺസ് കാർട്ടിലേജ്. എന്താണ്? ജേക്കബ്സൺസ്. അത് കണ്ടുപിടിച്ച ആളുടെ പേരാണ്. നിങ്ങളൊരു സാധനം കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പേരിടാം. അപ്പോ ജേക്കബ്സൺസ് കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ അയാൾ കണ്ടുപിടിച്ച കാർട്ടിലേജ് ആയതുകൊണ്ടാണ് അതിന് ജേക്കബ്സൺസ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെപ്റ്റൽ കാർട്ടിലേജിന്റെയും പെർപെൻഡിക്കുലർ പ്ലേറ്റ് ഓഫ് എത്തമോയിഡിന്റെയും ജോയിനിങ് പാർട്ടിൽ കാണുന്ന ഒരു അഡീഷണൽ പീസ് ഓഫ് കാർട്ടിലേജ് ആണ് ജേക്കബ്സൺസ് കാർട്ടിലേജ്. അപ്പൊ കാർട്ടിലേജില് നമ്മൾ കാണുന്ന 3 ടൈപ്പ് ഓഫ് കാർട്ടിലേജസ് ആണ് നമുക്ക് നേസൽ സെപ്റ്റത്തിൽ കാണാൻ പറ്റുന്നത്. ഒന്ന് ഹൈലി വിസിബിൾ ആയിട്ടുള്ള സെപ്റ്റൽ കാർട്ടിലേജ്, 2 സെപ്റ്റൽ പ്രോസസ് ഓഫ് ആലാർ കാർട്ടിലേജസ്,
3 Jacobson's cartilage. Understood? Yes, ma'am. ഈ മൂന്നെണ്ണത്തിൽ നമുക്ക് വെൽ വിസിബിൾ ആയിട്ടുള്ളത് സെപ്റ്റൽ കാർട്ടിലേജ് ആണ്. ഇനി സെപ്റ്റൽ കാർട്ടിലേജിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ആലയെ അറ്റാച്ച് ചെയ്യിക്കുന്നത് കണ്ടോ, ഇവിടെ കാണാം നമുക്ക് ആല അതിലേക്ക് അറ്റാച്ച് ചെയ്തേക്കുന്നത് അല്ലെ. ആ ആലയെ അറ്റാച്ച് ചെയ്യിക്കുന്ന സെപ്റ്റൽ പ്രോസസ്സസ് ഓഫ് ആലാർ കാർട്ടിലേജസ് ഉണ്ട്, മേജർ ആലാർ കാർട്ടിലേജസ് ഉണ്ട്, പിന്നെ ജേക്കബ്സൺസ് കാർട്ടിലേജ് ഉണ്ട്. മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ these are the components of nasal septum. Nasal septum is the medial osteocartilaginous partition. Osteocartilaginous means there is the components of bone and cartilage, isn't it? That's why it is named as the osteocartilaginous partition between the two nasal cavities. It is formed by bones and cartilages. Bones, which are the bones? Perpendicular plate of ethmoid, vomer, frontal crest of nasal bone. Nasal spine എന്ന് പറഞ്ഞാൽ nasal bone നെയാണ് കേട്ടോ. Nasal spine of frontal bone, crest of sphenoid, horizontal plate of palatine bone, palatine process of maxilla. Cartilages are septal cartilage, forms the anterior part, septal process of two major alar cartilages, and Jacobson's cartilage. Understood? And the speciality is that there is a, ഞാൻ നേരത്തെ പറഞ്ഞു കോളുമെല്ല എന്ന് പറഞ്ഞ വേർഡ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? The lower margin of septum. The lower margin of septum is formed by a fibro-fatty tissue. Lower margin of septum is formed by fibro-fatty tissue which is covered with skin. അതിനാണ് cuticular part എന്ന് പറയുന്നത്. Cuticle എന്ന് വെച്ചാൽ skin എന്നർത്ഥം. അപ്പൊ cuticular part and it is named as columella. Nasal septum മനസ്സിലായോ? സെപ്റ്റം ചെയ്യുന്ന ബോൺസ് ഏതൊക്കെയാന്ന് മനസ്സിലായോ? നേസൽ സെപ്റ്റം ഫോം ചെയ്യുന്ന കാർട്ടിലേജസ് ഏതൊക്കെയാന്ന് മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ നേസൽ സെപ്റ്റം. ഓക്കെ, നേസൽ ക്യാവിറ്റീനെ മീഡിയൽ ആസ്പെക്റ്റില് രണ്ട് ക്യാവിറ്റീനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടുവിൽ വച്ചിരിക്കുന്ന സെപ്റ്റമാണ് നേസൽ സെപ്റ്റം. ഓക്കെ, നൗ വി ക്യാൻ മൂവ്. ഇതാണ് നമ്മൾ പടം വരയ്ക്കേണ്ടത്. നേസൽ സെപ്റ്റം 5 മാർക്കിന്റെ ക്വസ്റ്റിന് നേസൽ സെപ്റ്റം ചോദിച്ചാല് ഇപ്പൊ നമ്മൾ എഴുതിയേക്കുന്ന നോട്ട് എഴുതിയതിന് ശേഷം ഈ പടം വരയ്ക്കണം. ഫോർമേഷൻ ഓഫ് നേസൽ സെപ്റ്റം എന്ത് സിമ്പിൾ ആയിട്ട് എഴുതിയേക്കുന്നതെന്ന് നോക്കൂ. നേസൽ സ്പൈൻ ഓഫ് ഫ്രോണ്ടൽ ബോൺ, നേസൽ ബോൺ, ക്രസ്റ്റ് ഓഫ് നേസൽ ബോൺ, സെപ്റ്റൽ കാർട്ടിലേജ്, septal process of major alar cartilages, vomer, the sphenoid, crest of sphenoid, perpendicular plate of ethmoid, and എല്ലാം ഉണ്ട്. Palatine bone, horizontal plate of palatine bone, then nasal crest of maxillary and palatine bone. അത് എന്താന്ന് വെച്ചാൽ ഈ ലോവർ എൻഡ് ഓഫ് അല്ലെങ്കിൽ ലോവർ ഇപ്പം നേസൽ സെപ്റ്റത്തിനെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് മാക്സില ജോയിൻ ചെയ്യുമ്പോൾ അതിന് രണ്ടിനും ഇടയിൽ ഒരു ക്യാവിറ്റി പോലെ ഫോം ചെയ്യും. എങ്ങനെയാന്ന് വെച്ചാൽ റൈറ്റും ലെഫ്റ്റും മാക്സിലയുടെ മീഡിയൽ ആസ്പെക്ട് പാലറ്റൈൻ പ്രോസസ്സ് തീരുന്നത് കുറച്ചിങ്ങനെ മുകളിലേക്കാണ്. ആ മീഡിയൽ ആസ്പെക്ട് പാലറ്റൈൻ പ്രോസസ്സ് ഇങ്ങനെ മുകളിലേക്ക് അപ്വേർഡ് പോയതിനു ശേഷമാണ് അത് ഫിനിഷ് ആകുന്നതെങ്കിൽ അതിന് രണ്ടിനും ഇടയിൽ ഒരു ഗ്യാപ്പ് പോലെ ഫോം ചെയ്യും ഈ നേസൽ സെപ്റ്റത്തിന് പോയി ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് നേസൽ ക്രസ്റ്റ് ഓഫ് മാക്സില്ല ആൻഡ് പാലറ്റൈൻ ബോൺ എന്ന് പറയുന്നത്. നമ്മൾ ആ വേർഡ് യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അത്രയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ആ വേർഡ് പറയാത്തത്. അത് പറയണം നിർബന്ധമില്ല കേട്ടോ. ഇത് നമുക്ക് ഈ നേസൽ ക്രസ്റ്റ് ഓഫ് മാക്സിലറിയും പാലറ്റൈൻ ബോണും നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ മാക്സില പഠിച്ചു കഴിയുമ്പോഴാണ് അത് കുറച്ചുകൂടി നിങ്ങൾക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. അത്രമാത്രം അതിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് തന്നെ പറയാം. പാലറ്റൈൻ പ്രോസസ് ഓഫ് മാക്സില എന്ന് പറഞ്ഞാലും മതി. ഹൊറിസോണ്ടൽ പ്ലേറ്റ് ഓഫ് പാലറ്റൈൻ ബോൺ, ഇത് രണ്ടും ഫോം ചെയ്യുന്നതാണ് ഫ്ലോർ ഓഫ് മീഡിയൽ വാൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോവർ പാർട്ട് ഓഫ് മീഡിയൽ വാൾ. ഇപ്പൊ നേസൽ സെപ്റ്റം ഇത്രയാണെന്ന് മനസ്സിലായോ? നൗ വി ക്യാൻ മൂവ് ടു ലാറ്ററൽ വാൾ ഓഫ് നോസ്. ഇപ്പൊ ഇതുപോലെ തന്നെ കുറെ ബോൺസും കാർട്ടിലേജസുമാണ് ലാറ്ററൽ വാളും ഫോം ചെയ്യുന്നത്. ഞാൻ പറയാൻ പോവാണ്, നിങ്ങൾക്ക് കാണാമോ? ഈ ബോൺ കാണാമോ? ഡയഗ്രാം കാണാമോ? അപ്പൊ ഒന്ന് കേട്ടോളൂ നന്നായിട്ട്. നമ്മൾ പഠിക്കാൻ പോവാണ് ബോൺസ് ഫോമിംഗ് ദ ലാറ്ററൽ വാൾ ഓഫ് നോസ്. ഓക്കെ, ഫസ്റ്റ് നേസൽ ബോൺ എന്ത് കളറിലാ കൊടുത്തിരിക്കുന്നത്? എന്നോട് പറയൂ കേക്കട്ടെ. Yellow.
Yellow, very good. Yellow Yes, color. yes. Appo you know the position of nasal bone. I'm so happy. Nasal bone എല്ലാരും കണ്ടു അല്ലേ? ഇനി frontal process of maxilla. Frontal maxilla എന്ത് കളറിലാ കൊടുത്തിരിക്കുന്നത്? മാക്സില എന്ത് കളറിലാ? പിങ്കില് ഇതാ മുകളിലേക്ക് ഒരു എക്സ്റ്റൻഷൻ പീസ് കണ്ടോ? Yes, ma'am. That is a frontal process of maxilla. നമ്മൾ ആ lateral wall of nose medial angle of eye ന്ന് താഴേക്ക് ഇങ്ങനെ കൈ പതുക്കെ താഴേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന നമുക്ക് ഇതാ ഫീൽ ചെയ്യാം. Frontal process of maxilla എന്ന് പറയുന്ന medial angle of eye നോസിന്റെ ലാറ്ററൽ ആസ്പെക്റ്റിൽ മീഡിയൽ ആംഗിൾ ഓഫ് ഐയിൽ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഫിംഗേഴ്സ് താഴേക്ക് നമ്മൾ ഡൗൺവേർഡ് ആയിട്ട് മൂവ് ചെയ്താൽ വി ക്യാൻ ഫീൽ ദ ഫ്രോണ്ടൽ പ്രോസസ് ഓഫ് മാക്സില്ല. പൊസിഷൻ മനസ്സിലായോ? ഇത് ഇന്റീരിയർ വ്യൂ ആണ് കേട്ടോ, പുറത്തു നിന്നുള്ള വ്യൂ അല്ല, ഇന്റീരിയർ വ്യൂ ആണ്. നേസൽ സെപ്റ്റത്തിനെ നമ്മൾ നേസൽ ക്യാവിറ്റിനെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ച് നേസൽ സെപ്റ്റത്തിനെ ഇളക്കി കളഞ്ഞിട്ട് കാണുന്ന ഇന്റീരിയർ വ്യൂ ആണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലെ? ഓക്കെ. സോ അപ്പൊ ഞാൻ പറഞ്ഞു നേസൽ ബോൺ ഉണ്ടെന്ന് പറഞ്ഞു, ഫ്രോണ്ടൽ പ്രോസസ് ഓഫ് മാക്സില ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്ന ലാക്രിമൽ ബോൺ. എവിടെയാണ് ലാക്രിമൽ ബോൺ കാണാൻ പറ്റുന്നത്? എന്ത് കളറിലാണ്? ഗ്രീൻ കളർ. ഫ്രോണ്ടൽ പ്രോസസ്. വെരി ഗുഡ്. ഗ്രീൻ കളറിൽ അല്ലെ? ഗ്രീൻ കളറിൽ ലാക്രിമൽ ബോൺ കാണാൻ പറ്റും. എല്ലാരും കണ്ടോ ഗ്രീൻ കളറിൽ? എന്റെ കഴ്സർ ഇരിക്കുന്നത് അവിടെയാണ് അല്ലെ? കണ്ടോ കഴ്സർ ഇരിക്കുന്നത്? കണ്ടോ? ഓക്കെ. നൗ ദ superior and middle concave of labyrinth of ethmoid. Ethmoidal labyrinth എന്ന് പറയുന്നത് മേജർ പാർട്ട് ഓഫ് എത്തമോയിഡിനെ പറയുന്ന പേരാണ് എത്തമോയിഡൽ ലാബ്രിന്ത് എന്ന്. ആ എത്തമോയിഡൽ ലാബ്രിന്തിൽ നിന്ന് രണ്ട് പ്രോസസ്സസ്, രണ്ട് പ്രൊജക്ഷൻസ് ആണ്, ഷെൽഫ് ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് ലാറ്ററൽ വോളിലേക്ക് പ്രൊജക്ട് ചെയ്ത് കാണാൻ പറ്റുന്നത്. ഓക്കെ, അതിന്റെ പേരുകളാണ് കോൺക. കോൺക നമ്മള് 206 ബോൺസ് പഠിച്ചപ്പോ ഇൻഫീരിയർ നേസൽ കോൺക എന്ന് പറഞ്ഞൊരു ബോണിന്റെ പേര് പഠിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? ഈ കാണുന്ന ബോണിന്റെ തന്നെ കളറിൽ കൊടുത്തിരിക്കുന്ന ഒരു ഒരു സ്ട്രക്ചർ കണ്ടോ ഇവിടെ എന്റെ കഴ്സർ ഇരിക്കുന്ന? ദാറ്റ് ഈസ് ദ ഇൻഫീരിയർ നേസൽ കോൺക അല്ലെ? അപ്പൊ ഇൻഫീരിയർ നേസൽ കോൺക ഉണ്ടാവണമെങ്കിൽ അവിടെ എന്തായാലും ഒരു സുപ്പീരിയർ നേസൽ കോൺക ഉണ്ടാവണ്ടേ? എന്നാൽ സുപ്പീരിയർ നേസൽ കോൺക എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ബോൺ നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെ? അപ്പോ സുപ്പീരിയർ നേസൽ കോൺകയും മിഡിൽ നേസൽ കോൺകയും എത്തമോയിഡ് ബോണിന്റെ പാർട്സ് ആണ്. അണ്ടർസ്റ്റുഡ്? Superior nasal concha and middle nasal concha are the parts of the ethmoid bone. Inferior nasal concha is a separate bone. Is a separate bone. All the three are the projections, shelf-like projections from the ഇതിനകത്ത് കണ്ടോ? കാണാമോ നിങ്ങൾക്ക് ഈ ക്യാവിറ്റി? ഇതാണ് ലാറ്ററൽ വോൾ ഓഫ് നോസ് അല്ലെ? ഈ കാണുന്നതാണ് ലാറ്ററൽ വോൾ ഓഫ് നോസ്. ഈ ലാറ്ററൽ വോൾ ഓഫ് നോസിൽ നിന്ന് ഷെൽഫ് ലൈക്ക് പ്രൊജക്ഷൻസ്, ഷെൽഫ് ലൈക്ക് പ്രൊജക്ഷൻ ടർബിനേറ്റ്സ് എന്ന് പറയും. ഈ ഷെൽഫ് ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട് ടുവേർഡ്സ് നേസൽ ക്യാവിറ്റി. നേസൽ ക്യാവിറ്റിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന 3 പ്രോസസ്സസ്, പ്രൊജക്ഷൻസ് ഉണ്ട്. ആ പ്രൊജക്ഷൻസിന്റെ പേരാണ് സുപ്പീരിയർ കോൺക, മിഡിൽ കോൺക ആൻഡ് ഇൻഫീരിയർ കോൺക. അതിൽ സുപ്പീരിയർ കോൺകയാണ് സ്മോളസ്റ്റ് വൺ, ഇൻഫീരിയർ കോൺകയാണ് ലാർജസ്റ്റ് വൺ. ഇതില് superior concave, middle concave, they are the parts of, or that is the hanging projections from the labyrinth of ethmoid. Ethmoidal labyrinth in the രണ്ട് downward projections ആണ് superior concave, middle concave, and inferior concha is a separate independent bone. Inferior concha. അപ്പൊ ഈ 3 projections, they are the shelf like projections from the lateral wall of nose to the nasal cavity. ഇത് partially divide ചെയ്യുന്നുണ്ട് nasal cavity നെ അല്ലേ? Yes ma'am. Okay, the superior concave beneath you can see a cavity, isn't it? Like that middle concave beneath നമുക്കൊരു cavity കാണാം, inferior concave below ഒരു cavity കാണാൻ പറ്റുന്നുണ്ടോ?
അപ്പൊ സുപ്പീരിയർ കോൺകേയുടെയും മിഡിൽ കോൺകേയുടെയും ഇടയിൽ കാണുന്ന cavity which is present below the superior concha above the middle concha ഒരു space ഉണ്ട് അല്ലേ? That space is known as meatus. It is named as the meatus, superior meatus. The space between middle concha and the inferior concha is middle meatus. Middle concave inferior concave ഇടയിൽ middle meatus, superior concave middle concave ഇടയിൽ superior meatus. സിംപിളി ഓർത്താൽ മതി. superior concave താഴെ superior meatus, middle concave below middle meatus, inferior concave below inferior meatus. So there are മൂന്ന് features, specialized features which can be seen at the lateral wall of nose is superior concha, middle concha, inferior concha, and the cavities which are present beneath this concha are superior meatus, middle meatus, and the inferior meatus. അത് മനസ്സിലായോ? Yes, ma'am. ഓക്കെ. അപ്പൊ നമ്മള് ഈ ബോൺസ് ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ പഠിച്ചു നേസൽ ബോൺ ഉണ്ടെന്ന് പഠിച്ചു, ഫ്രോണ്ടൽ പ്രോസസ് ഓഫ് മാക്സില ഉണ്ടെന്ന് പഠിച്ചു, സുപ്പീരിയർ ആൻഡ് മിഡിൽ കോൺകേവ് ഓഫ് എത്തമോയിഡ് ബോൺ ഉണ്ടെന്ന് പഠിച്ചു. പിന്നെ എന്തുണ്ടെന്ന് പഠിച്ചു? ഇൻഫീരിയർ നേസൽ കോൺക. ഇവിടെ വരെയാ ഞാൻ പറഞ്ഞത് അല്ലേ? അടുത്തത് ദ പെർപെൻഡിക്കുലർ പ്ലേറ്റ് ഓഫ് പാലറ്റൈൻ ബോൺ. പാലറ്റൈൻ ബോൺ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ? Yes, ma'am. Okay. അപ്പൊ posterior aspect is formed by the perpendicular plate of palatine bone. ഇത്രയും നേരം നേസൽ സെപ്റ്റത്തിൽ നമ്മൾ ഹൊറിസോണ്ടൽ പ്ലേറ്റ് ആ പറഞ്ഞിരുന്നത്. ഹൊറിസോണ്ടൽ പ്ലേറ്റ് ആണ് ഹാർഡ് പാലറ്റ് ഫോം ചെയ്യുന്ന പോർഷൻ. ഓക്കെ, ഇത് എവിടേക്കാ? മുകളിലേക്കാ. isn't it? Upward projection ആണ്. അപ്പൊ that is perpendicular plate of palatine bone and medial pterygoid plate of sphenoid. Medial pterygoid plate of sphenoid. Sphenoid inde medial pterygoid plate. Okay, once again I will tell you what are the bones taking part in the formation of lateral wall of nose. Let me listen. Nasal bone, frontal process of maxilla, lacrimal bone, concave of ethmoid, inferior concha, perpendicular plate of palatine bone, and the medial pterygoid plate of sphenoid. Medial pterygoid plate പഠിച്ചത് ഓർമ്മയുണ്ടോ? medial pterygoid plate പഠിച്ചത് ഓർമ്മയുണ്ടോ? എവിടെയാണ് പഠിച്ചിട്ടുണ്ടാവുക? lateral pterygoid plate പഠിച്ചത് ഓർമ്മയുണ്ടോ? muscles of mastication പഠിച്ചപ്പോ അതിന്റെ ഒറിജിൻ medial pterygoid muscle lateral pterygoid muscle origin ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. lateral pterygoid plate of sphenoid. lateral aspect in the lateral pterygoid muscle, medial aspect in the medial pterygoid muscle originate ചെയ്യുന്നതായിട്ട് പഠിച്ചിട്ടുണ്ടാവും. Yes, ma'am. Okay. So now have you got the bones forming the lateral wall of nose? Yes, ma'am. Yes, How ma'am. many bones are there? 3. How many bones taking part in formation of? How many? Count it. 3 ആണ്. 3 bones ഉള്ള. അത് ഏതാണ് ആ 3 bones പറയൂ? Ma'am. എത്ര ബോൺ ഉണ്ടെന്ന് പറയാൻ ആരുമില്ല അവിടെ? 7 bones. അപ്പൊ 2 നേസൽ സെപ്റ്റം പറഞ്ഞപ്പോഴും മീഡിയൽ ലാറ്ററൽ വോൾ പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു ബോണി എലമെന്റ്സ് ഏതൊക്കെയാ? 7 നമ്പേഴ്സ് ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഇതിൽ 7 നമ്പേഴ്സിൽ ഏതൊക്കെയാ നമ്മൾ പഠിച്ചൊന്ന് പേരുകൾ വേഗം പറയൂ കേൾക്കട്ടെ. Horizontal Frontal process of maxilla, Lacrimal bone, then horizontal bone of hard part. inferior concave, perpendicular plate of palatine bone and medial pterygoid plate of sphenoid bone. Okay, very good. Boys ആൻസർ പറയുന്നില്ല. നേരത്തെ ആരോ ഒരാള്
മാത്രം റെസ്പോണ്ട് ചെയ്യണ കേട്ടു. ഇത്തവണ ആ ആളും റെസ്പോണ്ട് ചെയ്തില്ല കേട്ടോ. അപ്പൊ ഗേൾസ് മാത്രമാണ് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നത് എന്ന് ഞാൻ ഇതൊന്ന് മനസ്സിലാക്കണോ, അതോ നിങ്ങൾക്ക് ആൻസർ പറയാൻ മടിയായിട്ടാന്ന് മനസ്സിലാക്കണോ? ഏതാണ് ഞാൻ ചിന്തിക്കേണ്ടത്? ഓക്കെ, എനിവേ വി ഹാവ് സ്റ്റഡിഡ് അബൌട്ട് ദ ബോൺസ് അല്ലെ. ഇനി നമ്മൾ കാർട്ടിലേജസ് ആ പറയാൻ പോകുന്നത്. കാർട്ടിലേജസ് ആർ lateral nasal cartilage or the lateral process of nasal septal cartilage. അപ്പൊ അതാണ് അപ്പർ നേസൽ കാർട്ടിലേജ് എന്ന് പേര് പറയും. ശരിക്കും നമ്മുടെ സെപ്റ്റൽ കാർട്ടിലേജിൽ നിന്ന് ഒരു പ്രോസസ് ലാറ്ററൽ ആസ്പെക്ടിലോട്ട് പോയി ലാറ്ററൽ വോളിൽ ഫോം ചെയ്യും. അതാണ് ലാറ്ററൽ നേസൽ കാർട്ടിലേജ്. ഈ ഡയഗ്രത്തിൽ കാണുന്നുണ്ടോ ലാറ്ററൽ നേസൽ കാർട്ടിലേജ്? കാണാമോ? lateral nasal cartilage. Yes, ma'am. Yes, ma'am. Lateral process of nasal septal cartilage. Nasal septal cartilage ന്റെ lateral process ആണ് നമ്മളെ lateral nasal cartilage എന്ന് പറയുന്നത്. ഓക്കെ, അത് അപ്പർ കാർട്ടിലേജ് എന്ന് പറയാം. അപ്പർ കാർട്ടിലേജ് അത് മുകളിൽ പൊസിഷൻ നേസൽ ബോൺ കഴിഞ്ഞ് തൊട്ട് താഴെ കാണുന്നതായതുകൊണ്ട് അത് അപ്പർ വൺ ആണ്. ഇനി അടുത്തത് മേജർ ആലാർ കാർട്ടിലേജസ്. ആല ഫോം ചെയ്യുന്ന മേജർ ആലാർ കാർട്ടിലേജസ്. ഇനി 3 to 4 മൈനർ ആലാർ കാർട്ടിലേജസ്. ഈ ലാറ്ററൽ കാർട്ടിലേജിന്റെയും ആലാർ കാർട്ടിലേജിന്റെയും ഇടയിൽ കുഞ്ഞു കാർട്ടിലേജ് പീസസ് കാണാം നമുക്ക് അല്ലെ, കണ്ടോ? ചെറിയ ചെറിയ പീസസ്. They are the minor alar cartilages. Minor alar cartilages. So listen, the cartilages forming the lateral wall of nose are 3 in number. Lateral nasal cartilage, major alar cartilages, minor alar cartilages. Understood? Yes, ma'am. Okay, no more. മാം കേൾക്കുന്നില്ല. Can you hear me? Yes, ma'am. Yes, ma'am. Yes, ma'am. ഓക്കെ, എൻ്റെ കറണ്ട് പോയതാണ് വീണ്ടും, അപ്പൊ അതുകൊണ്ട് 1 second. കാണാമോ എൻ്റെ സ്ക്രീൻ? No, ma'am. Can you see? Yes, 1 ma'am. second അത് തന്നെ. Yes, ma'am. Yes, ma'am. Yes, ma'am. ഓക്കെ ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ഫോർമേഷൻ, ബോൺസ് ഫോമിങ്, കാർട്ടിലേജസ് ഫോമിങ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫീച്ചേഴ്സ് ഓഫ്, അതിന്റെ നോട്ട്സ് ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വി വിൽ സ്റ്റഡി അബൌട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് lateral wall of nose. The lateral wall of nose we can divide it into 3: anterior part, posterior part and a middle part. Okay, anterior part എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, വെസ്റ്റിബ്യൂൾ ഓഫ് നോസ് എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടാവും. That is inside the ala of nose. The hair covering area inside the ala of nose, that is the vestibule. It is lined with skin containing short hairs, short, stiff, curved hairs known as the vibrissae. Short, stiff,
hairs, curved hairs, which are named as vibrissae. So the anterior part. One second. 1 second. 1 second. 1 second. 1 second. Can you hear me? Yes, ma'am. Yes, ma'am. I'm sorry. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഓക്കെ എല്ലാം റെക്കോർഡ് ആവുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് the lateral wall divides into 3 areas: anterior part, posterior part, and the middle part. So we have studied about the anterior part. എന്തായിരുന്നു പഠിച്ചത്? Anterior part is the internal aspect of ala of nose, which is a small depression area, depressed area, otherwise known as the vestibule. It is lined with skin containing short hairs, stiff hairs, curved hairs. It is named as the എന്തായിരുന്നു പേര് ഞാൻ പറഞ്ഞത്? Vibrissae. ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഓക്കെ, ഇനി അതിൽ അധികം പഠിക്കാനില്ല, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഇനിയുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ. ഓക്കെ, പോസ്റ്റീരിയർ പാർട്ട്. പോസ്റ്റീരിയർ പാർട്ട് എന്ന് പറയുന്നത് മിഡിൽ പാർട്ട് നമുക്ക് അതിന് ശേഷം പഠിക്കാം. പോസ്റ്റീരിയർ പാർട്ടിലാണ് നമ്മുടെ 3 പ്രൊജക്ഷൻസ്, അതായത് കോൺകേയും മിയാറ്റസിസും കാണാൻ പറ്റുന്നത് പോസ്റ്റീരിയർ പാർട്ടിലാണ്. Okay, posterior part shows 3 shelf-like projections. They are concave or turbinates that we have already seen. We have studied about it. There are the 3 spaces separating the concave. They are known as the myiatises. The concave and myiatises are the main features of the lateral wall of nose. Concave and myiatises are the main features of the lateral wall of nose. Okay, കേൾക്കാമോ ഞാൻ പറയുന്നത്? Yes, ma'am. ഇടയ്ക്ക് മിസ്സായി പോയായിരുന്നു അല്ലേ? ഓക്കെ, സോ നമുക്ക് ലാറ്ററൽ vestibule of nose. തൊട്ട് posteriorly there we can see a middle portion. That middle part is the atrium of middle meatus. And the posterior part is the portion where we can see the projections. Ma'am, presentation off by boy. Presentation off by boy. 1 second.
സെക്കൻഡ് കാണാൻ പറ്റുന്നില്ല അല്ലേ? ഇവിടെ ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുകയാണ്. ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഷെയർഡായോ? ഷെയർ വരുന്നുണ്ടോ? കാണാം. Yes, ma'am. ഓക്കെ. ഈ ഡയഗ്രാം കാണാമോ എല്ലാവർക്കും? Yes, ma'am. ഓക്കെ. ഈ ഡയഗ്രത്തിൽ നോക്കൂ, നമുക്ക് കാണാം ഒരു ആന്റീരിയർ എക്സ്പാൻഡഡ് പോർഷൻ കാണാമോ? ആല ഓഫ് നോസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആന്റീരിയർ എക്സ്പാൻഷൻ പോർഷൻ കാണാം അല്ലേ? അതിന് പോസ്റ്റീരിയർലി ഒരു ചെറിയ പോർഷൻ, അതായത് അത് ആ നേസൽ ബോൺ എന്ന് പറഞ്ഞ് ലേബിൾ ചെയ്തിരിക്കുന്നതിന്റെയും ഫ്രോണ്ടൽ പ്രോസസ് ഓഫ് മാക്സില എന്ന് പറഞ്ഞ് ലേബിൾ ചെയ്തിരിക്കുന്നതിന്റെയും ഇടയിൽ ഒരു ഇലോങ്ങേറ്റഡ് പോർഷൻ ആയിട്ട് എന്റെ കഴ്സർ മൂവ് ചെയ്യുന്ന പോർഷൻ കാണാമോ? Yes, ma'am. That is the middle part. This is anterior part. This one is the middle part, and this is the entire posterior part. Posterior part ആണ് largest part എന്ന് പറയുന്നത്. Posterior പാർട്ടിലാണ് നമുക്ക് superior concha, middle concha, inferior concha കട്ട് സെക്ഷൻ ആണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. inferior concha കാണാൻ പറ്റും. 3 projections. I will show you the diagram in any other thing. Can you see here in this diagram? Okay. Now listen to the explanation. First, the anterior part is the vestibule of nose. Can you see the vestibule of nose? Yes, Yes, ma'am. ma'am. Okay. Vestibule of nose is the interior of the ala of nose. Next, second part or the middle part is known as the atrium. Atrium of nose. Atrium നിങ്ങൾ ഹാർട്ടിലായിരിക്കും കേട്ടിട്ടുണ്ടാവുക അല്ലെ? ഏട്രിയം എന്ന് പറയുന്ന അതും ഒരു മീനിങ് പറയുന്നത് ക്യാവിറ്റി എന്നുള്ളതാണ് മീനിങ്. ഓക്കെ, സോ ഏട്രിയം ഓഫ് മിഡിൽ മിയാട്ടസ് അല്ലെങ്കിൽ ഏട്രിയം ഓഫ് നേസൽ ക്യാവിറ്റി, ലാറ്ററൽ വാൾ ഓഫ് നോസ് ആണ് മിഡിൽ പോർഷൻ. ഇനി പോസ്റ്റീരിയർ പാർട്ട് 3 സബ് ഡിവിഷൻസ് ആണുള്ളത്. ആന്റീരിയർ വെസ്റ്റിബ്യൂൾ, മിഡിൽ ഏട്രിയം ആൻഡ് പോസ്റ്റീരിയർ പാർട്ട്. പോസ്റ്റീരിയർ പാർട്ട് is the part where you can see the superior nasal concha, middle nasal concha and the inferior nasal concha. ഈ ലാറ്ററൽ വാൾ ഓഫ് നോസിനെ ഫീച്ചേഴ്സിനെ പഠിക്കാൻ വേണ്ടി, ഈസിനെസ്സിന് വേണ്ടി, ഫോർ ദ ഡിസ്ക്രിപ്റ്റീവ് പർപ്പസസ് വി ക്യാൻ ഡിവൈഡ് ഇറ്റ് ഇൻടു 3. ആന്റീരിയർ പാർട്ട് വെസ്റ്റിബ്യൂൾ, മിഡിൽ പാർട്ട് ഏട്രിയം ആൻഡ് പോസ്റ്റീരിയർ പാർട്ട്. ഇത്രയും മനസ്സിലായോ? Yes, ma'am. ഓക്കെ, അപ്പൊ ആന്റീരിയർ പാർട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞു, വെസ്റ്റിബ്യൂൾ ആണ്. ലൈൻ ചെയ്യുന്നത് സ്കിന്ന് വെച്ചിട്ടാണ്. വിബ്രിസ് എന്ന് പറയുന്ന ഹെയർസ് ഉണ്ട്. അത്രയേ ഉള്ളൂ അതിലെ സ്പെഷ്യാലിറ്റി. ഏട്രിയം, ആ വെസ്റ്റിബ്യൂൾ എൻഡ് ചെയ്യുന്നത് വരെ മാത്രമാണ് സ്കിൻ ലൈൻ ചെയ്യുള്ളൂ. അവിടെ നിന്ന് മുതൽ ഏട്രിയത്തിന് ലൈൻ ചെയ്യുന്നത് മ്യൂക്കസ് മെംബ്രെയിൻ ആണ്. പോസ്റ്റീരിയർ പാർട്ടിന് ലൈൻ ചെയ്യുന്നത് മ്യൂക്കസ് മെംബ്രെയിൻ ആണ്. ഓക്കെ, സോ ഏട്രിയം ഇറ്റ് ഈസ് ലൈനിങ് ഈ ഏട്രിയം പോർഷൻ അത് ലൈൻ ചെയ്യുന്നത് മ്യൂക്കസ് മെംബ്രെയിൻ ആണ്. ഇവിടെ ലൈൻ ചെയ്യുന്നതും മ്യൂക്കസ് മെംബ്രെയിൻ ആണ്. അപ്പോൾ ആന്റീരിയർ വെസ്റ്റിബ്യൂൾ ഒഴികെയുള്ള റെസ്റ്റ് ഓഫ് ദ എൻടയർ നേസൽ ലാറ്ററൽ വാൾ ഈസ് ലൈൻഡ് വിത്ത് മ്യൂക്കസ് ക്യാവിറ്റി, സോറി മ്യൂക്കസ് മെംബ്രെയിൻ. സോ ആ ഏട്രിയത്തിന്റെയും വെസ്റ്റിബ്യൂളിന്റെയും ജോയിനിങ് പോർഷൻ നമ്മൾ അതിന് മ്യൂക്കോക്യൂട്ടേനിയസ് ജംഗ്ഷൻ എന്ന് പറയും. മ്യൂക്കസും സ്കിന്നും തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോർഷൻ മ്യൂക്കോക്യൂട്ടേനിയസ് ജംഗ്ഷൻ. ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന പോർഷൻ ആണ് മ്യൂക്കോക്യൂട്ടേനിയസ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ആ മ്യൂക്കോക്യൂട്ടേനിയസ് ജംഗ്ഷൻ ഒരു പ്രൊജക്ഷൻ ആണ്. ആ പ്രൊജക്ഷന്റെ പേരാണ് ലിമൻ നേസൈ. എന്താണ് പേര്? ലിമൻ നേസൈ. ദാറ്റ് ഈസ് ദ ലോവർ ലിമിറ്റേഷൻ ഓഫ് ഏട്രിയം എന്ന് അതിനെ പറയാം അല്ലെ? ശരിയാണോ ഞാൻ പറഞ്ഞത്? ദ ലോവർ ലിമിറ്റേഷൻ ഓഫ് ഏട്രിയം ആണത്. അത് കഴിഞ്ഞ പിന്നെ വെസ്റ്റിബ്യൂൾ അല്ലേ? അപ്പോ ദ ലോവർ ലിമിറ്റേഷൻ ഓഫ് ഏട്രിയം ഇസ് ദ മ്യൂക്കോക്യൂട്ടേനിയസ് ജംഗ്ഷൻ ആൻഡ് ഇറ്റ് ഈസ് named as Lemon. നേസേ എന്ന് പറയാൻ ഇത്ര പേടി. ലിമൻ നേസേ. ഇറ്റ് ഈസ് ലിമിറ്റഡ് below the atrium of middle meatus. Atrium, it is limited below by the lemon nasae, above by agar nasae. Agar nasae കാണാമോ? Above by a projection. Above by a projection, that is agar nasae.
above by a projection, another projection, that is agar nasal. അപ്പോൾ agar nasal ലിമൻ nasal ഇടയിൽ കാണുന്ന ഒരു ഡിപ്രഷൻ ഏരിയ which is covered with the mucous membrane and the posteriorly continuous with the middle nasal concha. അല്ലെ, posteriorly continuous with the middle nasal middle meatus മായി കണ്ടിന്യൂസ് ആയി പോകുന്ന ഒരു ആന്റീരിയർ ക്യാവിറ്റി ആണ് ഏട്രിയം. അപ്പൊ ദാ ഇത്ര പോർഷനിൽ മാത്രമാണ് ഏട്രിയം കാണുന്നത്. മനസ്സിലായോ? ഇത്ര ഒരു പോർഷനിൽ മാത്രമാണ് ഏട്രിയം കാണുന്നത്. അണ്ടർസ്റ്റുഡ്? So, Yes, ma'am. atrium is the middle part known as the atrium of middle meatus because it is lined or limited above by a faint ridge of mucous membrane, agar nasal, and below by a mucocutaneous junction which is a lemon nasal. പേര് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ agar nasal above ആണെന്നും lemon nasal below ആണെന്നും പേരുകൾ വെച്ച് ഓർത്താൽ മതി. എബൌവിന്റെ അഗറിന്റെ എ എബൌവിലാണ്, ബിലോയുടെ എല് ലിമൻ താഴെയാണ് എന്ന് ഓർത്ത് വെക്കുക. അണ്ടർസ്റ്റുഡ്? എക്സാമിന് വൈവയ്ക്ക് ചോദിക്കും കേട്ടോ. എക്സാമിന് വൈവയ്ക്ക് ഫീച്ചേഴ്സ് ചോദിക്കും. ഓക്കെ, സോ വെസ്റ്റിബ്യൂളും ഏട്രിയവും മനസ്സിലായോ? Yes, ma'am. നമ്മള് പോസ്റ്റീരിയർ പാർട്ട് ഈ അഗർ നേസെ കഴിഞ്ഞ് ബാക്കിലേക്ക് ഉള്ള പോസ്റ്റീരിയർ പാർട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദ പോസ്റ്റീരിയർ പാർട്ട് presents 3 shelf-like projections. What are the 3 shelf-like projections? Inferior, middle, and Superior concha, middle concha, inferior concha, which separated by spaces known as Meatus. Superior meatus below the superior concha, middle meatus below the middle concha, inferior meatus below the inferior concha. Okay. ഇനി now ഇത്രയുമാണ് നമുക്ക് അതിലെ ഫീച്ചേഴ്സ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ കോൺകേവ് മിയാറ്റസിന്റെ സ്പെഷ്യാലിറ്റീസ് ആണ്. കോൺകേക്ക് സെപ്പറേറ്റ് ഒന്നും നമുക്ക് പറയാനില്ല. കോൺകേ എന്ന് പറയുന്നത് സുപ്പീരിയർ മിഡിൽ കോൺകേ ലാബ്രിന്ത് ഓഫ് എത്മോയിഡിന്റെ 2 പ്രൊജക്ഷൻസ് ആണെന്നും ഇൻഫീരിയർ കോൺകേ സെപ്പറേറ്റ് ബോൺ ആണെന്നും നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി മിയാറ്റസിസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഈ മിയാറ്റസിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഈ പാസേജസിലേക്കാണ് നമ്മളുടെ പാരാനേസൽ എയർ സൈനസസ്. പാരാനേസൽ എയർ സൈനസസ് എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കൂ. Paranasal air sinuses are the air-filled cavities which are present, the bones which are forming around the nasal cavity. Like maxilla. Inside the maxilla, there is air-filled cavity known as maxillary air sinus. Right and left maxillary അകത്ത് air-filled cavity ഉണ്ട്. അതിന്റെ പേരാണ് maxillary air sinus. Like that, inside the frontal bone, there is frontal air sinus. Ethmoid bone, roof form ചെയ്യുന്ന എത്തമോയിഡിനകത്ത് എത്തമോയിഡൽ എയർ സെൽസ് ആണ്. എത്തമോയിഡൽ എയർ സെൽസ് ആണ്, എയർ സൈനസസ് ആണ്. ആ എയർ സെൽസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ അല്ല, ആന്റീരിയർ പോസ്റ്റീരിയർ മിഡിൽ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് സെൽസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പ്രോസസ്സസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ക്യാവിറ്റീസ് ആയിട്ടാണ് എത്തമോയിഡിനകത്ത് കാണുന്നത്. അപ്പൊ എത്തമോയിഡൽ എയർ സെൽസ്. ഇനി സ്ഫീനോയിഡിനകത്തുണ്ട്, സ്ഫീനോയിഡിന്റെ ബോഡി ഓഫ് സ്ഫീനോയിഡിനകത്തും ഒരു ക്യാവിറ്റി ഉണ്ട്, സ്ഫീനോയിഡൽ എയർ സെൽസ്. ഇപ്പൊ 4 ബോൺസ്, ഫ്രോണ്ടൽ, മാക്സില, എത്തമോയിഡ്, സ്ഫീനോയിഡ്, 4 ബോൺസിനകത്ത് കാണുന്ന എയർ ഫിൽഡ് സ്പേസസിനെ ടുഗെദർ we can call it as the paranasal air sinuses, which is majorly function conditioning of air ആണ് major function. Second thing, it gives resonance to the voice. അടുത്തത്, it lightens the head. സ്കള്ളിനെ ലൈറ്റൻ ചെയ്യും, സ്കള്ളിന്റെ വെയിറ്റിനെ റെഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ 3 ഫങ്ഷൻസ് ആണ് ഈ പാരാനേസൽ എയർ സൈനസസിനുള്ളത്. ഈ പാരാനേസൽ എയർ സൈനസസ് എല്ലാം തന്നെ മ്യൂക്കസ് കവേർഡ് ആണ് അല്ലെങ്കിൽ മ്യൂക്കസ് ലൈൻഡ് ആണ്. അപ്പോ എക്സസ് കളക്ഷൻ, അപ്പം കുറച്ചിങ്ങനെ മ്യൂക്കോസ് എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനുള്ളിൽ കൂടെ പോകുന്ന എയറിനകത്ത് ഉണ്ടാകുന്ന
ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ആ മ്യൂക്കസ് മെംബ്രെയിനിൽ പറ്റി തട്ടി അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ഹ്യൂമിഡിറ്റി കൊടുക്കാനും അല്ലെങ്കിൽ ടെമ്പറേച്ചറിനെ ഇൻക്രീസ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് ഈ പറയുന്ന മ്യൂക്കസ് മെംബ്രെയിൻ അവിടെ ഉള്ളത്. അപ്പൊ മ്യൂക്കസ് മെംബ്രെയിന്റെ എക്സസ് സെക്രീഷൻ, അപ്പൊ അത് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുമ്പോൾ നമുക്ക് കോമൺ കോൾഡ് അതുപോലെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ it can be lead to excess secretion of the paranasal mucosa. അപ്പോൾ ആ എക്സസ് സെക്രീഷൻ എന്ന് പറയുന്ന മ്യൂക്കസ് നമ്മളുടെ ആ ഓരോ എയർ സൈനസസിനകത്തും ഫില്ലാകും. അങ്ങനെ ആകുമ്പോൾ ഉണ്ടാകുന്ന ക്ലിനിക്കൽ സിംറ്റം ആണ് സൈനസൈറ്റിസ് എന്ന് കേട്ടിട്ടുണ്ടോ? Yes, ma'am. നോർമൽ നമ്മൾ സൈനസൈറ്റിസ് ആണ്. അപ്പൊ ചിലപ്പോൾ പറയുമല്ലേ നെറ്റിയില് വേദന എടുക്കുന്ന സൈനസൈറ്റിസിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ നോസിന്റെ 2 സൈഡിൽ കൂടെയും ചീക്കിന്റെ പോർഷനിൽ വേദന ഉണ്ടെങ്കിൽ Ma'am. കേൾക്കാമോ പറയുന്നേ? കേൾക്കാമോ? Yes, ma'am. പ്രസന്റ് ചെയ്യുന്നുണ്ടോ? പ്രസന്റ് ചെയ്യുന്ന കാണാമോ? ഇല്ല മാം. പ്രസന്റ് ചെയ്യാമേ. യെസ് മാം, ഇപ്പൊ ഓക്കെ. ഓക്കെ, സോ ഇതാണ് 3 പ്രൊജക്ഷൻസ് എന്ന് നമ്മൾ പറഞ്ഞത്. ഈ 3 പ്രൊജക്ഷൻസും സുപ്പീരിയർ നേസൽ കോൺക, മിഡിൽ നേസൽ കോൺക, ഇൻഫീരിയർ നേസൽ കോൺകയുടെയും below you can see the spaces, that is superior meatus, middle meatus and inferior meatus. അപ്പോൾ ഈ പാരാനേസൽ എയർ സൈനസസ് എല്ലാം തന്നെ ഓപ്പൺ ചെയ്യുന്നത്, എക്സസ് ഫ്ലൂയിഡ് ഉണ്ടായാൽ അത് ഓപ്പൺ ചെയ്ത് പോകുന്നത് എവിടേക്കാണ്? നേസൽ ക്യാവിറ്റിയിലേക്കാണ്. അപ്പോൾ ലാറ്ററൽ വാളിന്റെ മിയാട്ടസിലോട്ടാണ് ഇതെല്ലാം ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, ലാറ്ററൽ വാളിൽ കാണുന്ന മിയാട്ടസിലേക്കാണ് ഇതെല്ലാം ഓപ്പൺ ചെയ്യുന്നത്. ഇതാണ് നമുക്ക് മിഡിൽ നേസൽ കോൺകയും ഇൻഫീരിയർ നേസൽ കോൺകയും ഒക്കെ എങ്ങനെ കാണാം, ബൾജിങ് ആയിട്ട് എങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നു എന്നുള്ള ഒരു പിക്ചറാണത്. അപ്പോ ഏതെല്ലാം സ്ട്രക്ചേഴ്സ് ആണ് സ്പെഷ്യലായി നമുക്ക് കാണാൻ പറ്റുന്നത്? ഒന്ന്, മിയാട്ടസിസ് ആർ ദ പാസേജസ് ഓർ റീസസസ് ബിനീത്ത് ഓർ ബിലോ ദ കോൺടൽ പ്രൊജക്ഷൻസ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലെ? അതിൽ ഇൻഫീരിയർ മിയാട്ടസ് ആണ് ലാർജസ്റ്റ് മിയാട്ടസ്. Inferior meatus is the largest meatus. Da ഇവിടെ കാണാമോ inferior meatus? Yes ma'am. Okay, inferior meatus is the largest meatus below the inferior nasal concha. Okay, there is one structure opening to it. എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. പഠിച്ചിട്ടുണ്ടോ? Parotid gland അല്ല. മാം. നോസിലേക്ക് ഓപ്പൺ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. വേഗം പറഞ്ഞോളൂ, എനിക്ക് 2:15 വരെ സമയമുള്ളൂ. ലാക്രിമൽ ഡക്റ്റിന്റെ ഒരു Nasolacrimal duct. It's very good. Nasolacrimal duct. Nasolacrimal duct ഓപ്പൺ ചെയ്യുന്ന പഠിച്ച ഓർമ്മയുണ്ടോ? മൂക്കിൽ കൂടെ വെള്ളം വരും കരയുമ്പോ എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല? ദൈവമേ, നിങ്ങളുടെ വാച്ചും ടെൻഷൻ ആക്കുവോ? പഠിക്കുന്നുണ്ടോ പിള്ളേരെ? പഠിക്കുന്നില്ലേ നിങ്ങള്? ചോദിക്കുമ്പോ മിണ്ടരുത് കേട്ടാ. ഉണ്ട് മാം.
പഠിക്കുന്നുണ്ട് മാം. പഠിക്കുന്നുണ്ടോ? ഇത്രയും പഠിച്ചാൽ പോരാ. ഓരോ പോയിന്റ് ചോദിക്കുമ്പോ അത് റിക്കവറി കൂടി വേണം നോളജിന്റെ, ഇല്ലേ? അല്ലാതെ പഠിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, എനിവേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ബാക്കി കണ്ടിന്യൂ ചെയ്യാണ്. മിഡിൽ മിയാട്ടസ്. മിഡിൽ മിയാട്ടസ് എവിടെയായിരിക്കും കാണാം? Below middle concha. മിഡിൽ കോൺക. മിഡിൽ മിയാട്ടസിന്റെ ഒരു ഫീച്ചേഴ്സ് ആണ് ഞാനിപ്പം കാണിക്കാൻ പോകുന്നത്. കണ്ടോ കേട്ടോ, ഇവിടെ കാണാമോ? മിഡിൽ മിയാട്ടസിന്റെ പോർഷൻ ആണ് ഈ വയലറ്റ് കളറിൽ. ഇവിടെ ഞാൻ കാണിക്കുന്ന ബോൺസ് ഒക്കെ നിങ്ങൾ ആദ്യം ഒന്ന് കാണൂ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്ന പൊസിഷൻ എവിടാന്ന് മനസ്സിലാവും. ലാക്രിമൽ ബോൺ കണ്ടോ? ഗ്രീൻ കളറിൽ. Yes, ma'am. അതിന്റെ പോസ്റ്റീരിയർലി ബ്ലൂ കളറിൽ പെർപെൻഡിക്കുലർ പ്ലേറ്റ് ഓഫ് പാലറ്റൈൻ ബോൺ കണ്ടോ? Yes, ma'am. Yes, ma'am. ഓക്കെ. ഇൻഫീരിയർ കോൺക കണ്ടോ ബോണിന്റെ കളറിൽ? Yes, ma'am. Yes, ma'am. ഓക്കെ. ഇനി പെർപെൻഡിക്കുലർ പ്ലേറ്റ് ഓഫ് എത്തമോയിഡ് താഴേക്ക് നിൽക്കുന്ന കണ്ടോ? വയലറ്റ് Yes, കളറിൽ. ma'am. ആ പെർപെൻഡിക്കുലർ പ്ലേറ്റ് ഓഫ് പാലറ്റൈൻ ബോൺ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്താല് നമുക്ക് അതിന് താഴെ, അതായത് ഈ പറയുന്ന മിഡിൽ കോൺകയെ കട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ബിലോ ദാറ്റ് there is the presence of a projection. That projection is known as ethmoidal bulla. Bulla of ethmoid. Bulla ethmoidalis എന്ന് പറയുന്നത്. Bulla ethmoidalis. ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും അല്ലേ? Yes, ma'am. Ethmoidal bulla is formed by underlying middle ethmoidal air sinus. മിഡിൽ എത്മോയിഡൽ എയർ സൈനസ് ആണ് എത്തമോയിഡൽ ബുള്ളയെ ഉണ്ടാക്കുന്നത്. ദാറ്റ് ഈസ് മിഡിൽ എത്മോയിഡൽ എയർ സൈനസ് ഉള്ളത് കൊണ്ട് ആ പോർഷൻ ഒന്ന് പ്രൊജക്റ്റഡ് ആയിട്ടിരിക്കും, ആ ക്യാവിറ്റിയിലേക്ക് ഒന്ന് പ്രൊജക്റ്റഡ് ആയിട്ടിരിക്കും. ദാറ്റ് പ്രൊജക്ഷൻ ഈസ് നോൺ ആസ് ദ എത്തമോയിഡൽ ബുള്ള. ഓക്കെ, ബുള്ള എത്തമോയിഡാലിസ് എന്ന് പേര് പറയും. ഈ ബുള്ള എത്തമോയിഡാലിസിന്റെ താഴെ അതൊരു റൗണ്ടഡ് ആയിട്ടുള്ളത് പ്രൊജക്ഷൻ പോലെയാണ് ഇതിനകത്ത് കാണുന്നത്. കാണാമോ ബുള്ള എത്തമോയിഡാലിസ് എല്ലാവർക്കും? Yes, Yes, ma'am. ma'am. Yes, ma'am. അതിന് താഴെ ഒരു സെമി ലൂണാർ ഷേപ്ഡ് സൽക്കസ് ഉണ്ട്. കാണാമോ? സെമി ലൂണാർ എന്ന് വെച്ചാൽ ക്രസന്റ് ഷേപ്ഡ്. Yes, ma'am. സെമി ലൂണാർ ഷേപ്ഡ് സൽക്കസ് കാണാം. ദാറ്റ് സൽക്കസ് എന്ന് വെച്ചാൽ ഒരു ഡിപ്രഷൻ, ഒരു ക്യാവിറ്റി, ഒരു ഗ്രൂവ് അല്ലെ. അതിന് പറയുന്ന പേരാണ് ഹയാട്ടസ് സെമി ലൂണാരിസ്. ഏതാത്? ഹയാട്ടസ് സെമി ലൂണാരിസ് അല്ലെങ്കിൽ സെമി ലൂണാർ ഹയാട്ടസ്. ശരിക്കുള്ള ടേം ഹയാട്ടസ് സെമി ലൂണാരിസ് എന്നാണ്. ഹയാട്ടസ് സെമി ലൂണാരിസ്. അപ്പോ മിഡിൽ മിയാട്ടസില് there is a projection known as ethmoidal bulla. Below the ethmoidal bulla there is a hiatus or semi-circular or semi-lunar shaped opening or the cavity that is named as the hiatus semilunaris. ഈ രണ്ട് പോയിന്റ് മനസ്സിലായോ? Yes, ma'am. Yes, ma'am. Okay, let me see. ഇവിടെ കാണാമോ? ഹയാട്ടസ് കാണാമോ? Below the middle concha there is a projection that is bulla ethmoidalis. Below that you can see a hiatus. ഇത് രണ്ടും കാണാമോ ഈ ഡയഗ്രത്തില്? Yes, Yes, ma'am. ma'am. ഓക്കെ. അപ്പോ ഇനി ഞാൻ പറയാൻ പോകുന്നത് മിഡിൽ മിയാറ്റസിലേക്ക് ഓപ്പൺ ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ, ലിസൺ കെയർഫുള്ളി. നമ്മൾ ഇൻഫീരിയർ മിയാറ്റസിലേക്ക് ഓപ്പൺ ചെയ്യുന്ന എന്താണ് ഞാൻ പറഞ്ഞത്? കാണാമോ ഇൻഫീരിയർ മിയാറ്റസിലേക്ക് ഓപ്പൺ ചെയ്യുന്ന സ്ട്രക്ചറിനെ? Nasolacrimal. നെക്സോലാക്രിമൽ ഡക്ട്. ഇനി അടുത്തത് മിഡിൽ മിയാറ്റസിലേക്ക് ഓപ്പൺ ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് ആ റൗണ്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, ടു ദ ബുള്ള എത്തമോയിഡാലിസ്. ബുള്ള എത്തമോയിഡാലിസ് ഉണ്ടായിരിക്കുന്നത് തന്നെ ആര് വെച്ചിട്ടാ? മിഡിൽ എത്തമോയിഡൽ എയർ സൈനസ് വെച്ചിട്ടാ അല്ലേ? Yes, ma'am. അപ്പൊ ബുള്ള എത്തമോയിഡാലിസിലേക്ക് ഓപ്പൺ ചെയ്യുന്ന സ്ട്രക്ചർ ആണ് മിഡിൽ എത്തമോയിഡൽ എയർ സൈനസ്. അതായത് അതിന്റെ സർഫസിൽ വരുമ്പോൾ അതൊരു ഓപ്പണിംഗ് കൊടുക്കും. ഓക്കെ, അപ്പോ ടു ദ ബുള്ള എത്തമോയിഡാലിസ് there is the opening of in the middle ethmoidal air sinus. മിഡിൽ എത്തമോയിഡൽ എയർ സൈനസ്. ഇനി 3 എത്തമോയിഡൽ എയർ സൈനസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് പോസ്റ്റീരിയർ, ഒന്ന് ആന്റീരിയർ, അടുത്തത് മിഡിൽ. ഓക്കെ, അപ്പൊ അതിൽ മിഡിൽ എവിടേക്കാ ഓപ്പൺ ചെയ്യാ? ബുള്ള എത്തമോയിഡാലിസിലേക്ക്. അടുത്തത് ഹയാട്ടസിലേക്ക് നോക്കൂ. ഹയാട്ടസ് കാണാമോ എല്ലാവർക്കും? Yes, ma'am. Yes, ma'am. ആ ഹയാട്ടസിന്റെ ആന്റീരിയർ ആസ്പെക്ട് ആണ് ഇൻഫെന്റിബുലം. ഹയാട്ടസിന്റെ ആന്റീരിയർ ആസ്പെക്ടിന് പറയുന്ന പേരാണ് ഇൻഫെന്റിബുലം.
ഓക്കെ, ഇൻഫെന്റിബുലം ഓഫ് ഹയാറ്റസ് അല്ലെങ്കിൽ ആ സ്റ്റാർട്ടിങ് ഒരു ഹയാറ്റസ് തുടങ്ങുന്ന അതിന്റെ ഓപ്പണിങ്ങിന് പറയുന്ന പേരാണ് ഇൻഫെന്റിബുലം ഓഫ് ഹയാറ്റസ്. ആ ഇൻഫെന്റിബുലത്തിലേക്ക് വന്ന് ഓപ്പൺ ചെയ്യുന്ന ഫസ്റ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഫ്രോണ്ടൽ എയർ സൈനസ്. ക്യാൻ യു സീ ഇൻ ദിസ് ഡയഗ്രാം? ഫ്രോണ്ടൽ എയർ സൈനസ് കാണാമോ? ഫ്രോണ്ടൽ ബോണിനകത്ത് എയർ ഫിൽഡ് സ്പേസ് കാണാമോ? കണ്ടോ? ഇതാണ് ഫ്രോണ്ടൽ എയർ സൈനസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഫ്രോണ്ടൽ എയർ സൈനസ് ദാ നേരെ വന്ന് എവിടേക്ക് ഓപ്പൺ ചെയ്യും? സ്റ്റാർട്ടിംഗ് പോയിന്റ് ആന്റീരിയർ മോസ്റ്റ് പാർട്ട് ഓഫ് ഹയാറ്റസിലേക്ക് ഓപ്പൺ ചെയ്യും. ഓക്കെ, ഇനി മിഡിൽ പാർട്ട് ഓഫ് ഹയാറ്റസിലേക്ക് ആന്റീരിയർ എത്മോയിഡൽ എയർ സൈനസ് ഓപ്പൺ ചെയ്യും. മിഡിൽ പാർട്ട് ഓഫ് ഹയാറ്റസിലേക്ക് ആന്റീരിയർ എത്മോയിഡൽ എയർ സൈനസ് ഓപ്പൺ ചെയ്യും. ഇനി പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ഹയാറ്റസിലേക്ക് ഓപ്പണിംഗ് ഓഫ് മാക്സിലറി എയർ സൈനസ്, മാക്സിലറി എയർ സൈനസ് ഓപ്പൺ ചെയ്യും. അപ്പോ 4 സ്ട്രക്ചേഴ്സ് ആണ് മിഡിൽ മിയാറ്റസിലേക്ക് ഓപ്പൺ ചെയ്യുന്നതുള്ളത്. മിഡിൽ മിയാറ്റസിലേക്ക് ഓപ്പൺ ചെയ്യുന്ന 4 സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാ? മിഡിൽ എത്മോയിഡൽ എയർ സൈനസ് ടു ദ ബുള്ള, ആന്റീരിയർ എത്മോയിഡൽ എയർ സൈനസ് ടു ദ മിഡിൽ പാർട്ട് ഓഫ് ഹയാറ്റസ്, ഫ്രോണ്ടൽ എയർ സൈനസ് to the anterior part of hiatus, maxillary air sinus to the posterior part of hiatus. മനസ്സിലായോ? Yes, ma'am. ഈ 4 സ്ട്രക്ചേഴ്സ് ആണ് എവിടേക്ക് ഓപ്പൺ ചെയ്യുന്നത്? മിഡിൽ മിയാറ്റസിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്. അണ്ടർസ്റ്റുഡ്? ഇനി അടുത്തത് സുപ്പീരിയർ മിയാറ്റസ്. കാണാമോ? സുപ്പീരിയർ കോൺകേക്ക് താഴെ കാണുന്ന സ്പേസ് ആണ് സുപ്പീരിയർ മിയാറ്റസ്. സുപ്പീരിയർ മിയാറ്റസിലേക്ക് ഒരു സിംഗിൾ സ്ട്രക്ചറെ ഓപ്പൺ ചെയ്യുന്നുള്ളൂ. എന്താണ് അവിടെ എഴുതിയേക്കുന്നത്? പോസ്റ്റീരിയർ എത്മോയിഡൽ എയർ സൈനസ്. ഇപ്പൊ നമുക്ക് 3 എത്മോയിഡൽ എയർ സൈനസും ഓപ്പൺ ചെയ്യുന്ന സ്ഥലങ്ങൾ കിട്ടിയില്ലേ? പോസ്റ്റീരിയർ എത്മോയിഡൽ എയർ സൈനസ് സുപ്പീരിയർ മിയാറ്റസിലേക്ക് ഓപ്പൺ ചെയ്യും. ആന്റീരിയർ എത്മോയിഡൽ എയർ സൈനസ് മിഡിൽ ഓഫ് ദ ഹയാറ്റസിലേക്ക് ഓപ്പൺ ചെയ്യും. മിഡിൽ എത്മോയിഡൽ എയർ സൈനസ് ബുള്ളയിലേക്ക് ഓപ്പൺ ചെയ്യും. അപ്പൊ 3 എത്മോയിഡൽ എയർ സൈനസിന്റെയും ഓപ്പണിംഗ് റീജിയൻസ് നമുക്കിപ്പോ കിട്ടി, ഓപ്പണിംഗ് സൈറ്റുകൾ അല്ലെ? അപ്പൊ സുപ്പീരിയർ മിയാറ്റസിലേക്ക് ഒരു സിംഗിൾ സ്ട്രക്ചറെ ഓപ്പൺ ചെയ്യുന്നുള്ളൂ. അത് ഏതാണ്? ഓപ്പണിംഗ് ഓഫ് പോസ്റ്റീരിയർ എത്മോയിഡൽ എയർ സൈനസ്. ഇനി ഇവിടെ ഒരു സുപ്പീരിയർ കോൺക കാണാമോ? ആ എത്മോയിഡൽ എയർ സൈനസിന്റെ ഓപ്പണിംഗ് എഴുതിയേക്കുന്നതിന് മുകളിൽ ഒരു ഇങ്ങനെ വര 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 പോലെ വരച്ചേക്കുന്നത് that represents the superior concha. ആ superior conchയുടെ മുകളിൽ there is a triangular space between the superior concha and the anterior surface of sphenoid. സ്ഫീനോയിഡിന്റെ ആന്റീരിയർ സർഫസിനും ഈ പറയുന്ന സുപ്പീരിയർ കോൺകയ്ക്കും ഇടയിൽ ഒരു ട്രയാങ്കുലർ സ്പേസ് ഉണ്ട്. ഉണ്ടോ? അല്ലെ? നമുക്ക് വേണമെങ്കിൽ ഒരു ട്രയാങ്കിൾ ആക്കാം എന്നുള്ളതേ ഉള്ളൂ അല്ലെ? ട്രയാങ്കുലർ സ്പേസ് ഉണ്ട്. That triangular space is named as sphenoethmoidal recess. സ്ഫീനോയിഡിന്റെയും എത്തമോയിഡിന്റെയും ഇടയിൽ കാണുന്ന റീസസ്, അതാണ് സ്ഫീനോ എത്തമോയിഡൽ റീസസ്. സ്ഫീനോ എത്തമോയിഡൽ റീസസിലേക്കാണ് സ്ഫീനോയിഡൽ എയർ സൈനസ് ഓപ്പൺ ചെയ്യുന്നത്. സ്ഫീനോയിഡ് ബോഡി ഓഫ് സ്ഫീനോയിഡിൽ കാണുന്ന സ്ഫീനോയിഡൽ എയർ സൈനസ് ആണ് ഈ ഡയഗ്രത്തിൽ ഇപ്പോൾ ഞാൻ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. കാണാമോ? അത് ഓപ്പൺ ചെയ്യുന്നത് കണ്ടോ? അത് ഓപ്പൺ ചെയ്യുന്നത് സ്ഫീനോ എത്മോയിഡൽ റീസസിലോട്ടാണ്. ഇതാണ് സ്ഫീനോ എത്മോയിഡൽ റീസസ് എന്ന് പറയുന്നത് ഈ റീജിയനെയാണ്. This region is known as sphenoethmoidal recess, to which there is the opening of sphenoidal air sinus. അപ്പോ ഒന്നുകൂടി ഞാൻ പറയാം. The structures opening to the lateral wall of nose to the sphenoethmoidal air sinus, there is a sphenoid air sinus opens to the superior meatus, the opening of posterior ethmoidal air sinus, to the bulla, opening of middle ethmoidal air sinus, to the hiatus, anterior part, frontal air sinus, middle part, anterior ethmoidal air sinus, posterior part, maxillary air sinus, inferior meatus, there is the opening of nasolacrimal duct. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അതാണ് ഞാൻ ഇവിടെ നോട്ടായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. സ്ഫീനോഎത്മോയിഡൽ എയർ സൈനസ് ഓരോന്നും നോട്ടായിട്ട് ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ദീസ് ആർ ദ ഫീച്ചേഴ്സ് എത്മോയിഡൽ ബുള്ള. ആ നോട്ട്സ്, ഇതിന്റെ തന്നെ നോട്ട്സ് ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ എല്ലാവർക്കും?
ഇതാണ്. ഇപ്പൊ നമുക്ക് ഒരു ഐഡിയ കിട്ടി എന്താണ് എയർ സൈനസസ് എന്ന് അല്ലെ. അപ്പൊ അടുത്ത ടോപ്പിക് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാരാനേസൽ എയർ സൈനസസ് ആണ്, ഇന്നല്ല അടുത്ത ക്ലാസ്സിൽ. അപ്പൊ ഇവിടെ നോക്കൂ, ഇതാണ്. ഈ ഡയഗ്രാം കാണാമോ എല്ലാവർക്കും? Yes, ma'am. അപ്പൊ ആ ഡയഗ്രത്തിൽ നമുക്ക് റൂഫ് ഓഫ് നേസൽ ക്യാവിറ്റി ആണ് ഈ കാണുന്നത്, കണ്ടോ? റൂഫ് ഓഫ് നേസൽ ക്യാവിറ്റി. അപ്പൊ ഇവിടെ രണ്ട് പ്രൊജക്ഷൻസ് ആണ് നമുക്ക് മേജർ ആയിട്ട് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഒന്ന് മിഡിൽ നേസൽ കോൺകേവും അടുത്തത് ഇൻഫീരിയർ നേസൽ കോൺകേവും ആണ് കാണുന്നത്. ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു എയർ ഫിൽഡ് ക്യാവിറ്റീസ് കണ്ടോ? ഈ കാണുന്ന കാണാമോ? ഇവിടെ കാണാമോ ഈ ഡയഗ്രത്തില്? ഇതാണ് എത്തമോയിഡൽ എയർ സൈനസ് എന്ന് നമ്മൾ പറയുന്നത്. എത്തമോയിഡൽ എയർ സൈനസസ് ആണ് ഈ കാണുന്നത്. ഇതാണ് സ്ഫീനോയിഡൽ എയർ സൈനസ്. എന്റെ ഡയഗ്രാം കാണാമോ? റൈറ്റ് സൈഡിൽ കാണിക്കുന്ന ഡയഗ്രത്തിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോ സ്ഫീനോയിഡിൽ സ്ഫീനോയിഡൽ എയർ സൈനസ് എന്ന് പറയുന്നത് ഈ ക്യാവിറ്റി ആണ്. ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു ക്യാവിറ്റീസ് ആണ് എത്തമോയിഡൽ എയർ സെൽസ് എന്ന് നമ്മൾ പറയുന്നത്. ഇതാണ് ഫ്രോണ്ടൽ ബോണിനകത്ത് കാണുന്ന ക്യാവിറ്റി എന്ന് പറയുന്നത്. ഇതാണ് ഫ്രോണ്ടൽ എയർ സൈനസ്. അത് പിന്നെ നമുക്ക് കാണേണ്ടത് മാക്സിലറി എയർ സൈനസ്. അത് ഇവിടെ കാണാൻ പറ്റും, കണ്ടോ? നമ്മുടെ ചീക്കിനകത്ത് മാക്സിലയുടെ ബോഡി ഓഫ് മാക്സിലയുടെ അകത്താണ് മാക്സിലറി എയർ സൈനസ് കാണുന്നത്. അപ്പൊ ഇതെല്ലാം എങ്ങനെ ഓപ്പൺ ചെയ്യുന്നതെന്ന് കണ്ടോ? മാക്സിലറി എയർ സൈനസ് മിഡിൽ മിയാറ്റസിലേക്ക് ഓപ്പൺ ചെയ്യുന്നത് കണ്ടോ? മാക്സിലറി എയർ സൈനസ് ഓപ്പൺ ചെയ്യുന്നു മിഡിൽ മിയാറ്റസിലോട്ട്. ഈ ഫ്രോണ്ടൽ എയർ സൈനസ് ഇതാണ് ഹയാറ്റസ്, കണ്ടോ? ഹയാറ്റസ് കാണാമോ? ഹയാറ്റസിലേക്ക് ഫ്രോണ്ടൽ എയർ സൈനസ് ഇങ്ങനെ വന്ന് ഓപ്പൺ ചെയ്യും ഹയാറ്റസിലേക്ക്. അതുപോലെ മാക്സിലറി എയർ സൈനസ് ഇങ്ങനെ ഓപ്പൺ ചെയ്യും. എത്തമോയിഡൽ സൈനസസ് ഓപ്പൺ ചെയ്യും. ഓക്കെ, സ്ഫീനോയിഡൽ എയർ സൈനസ് സ്ഫീനോ എത്തമോയിഡൽ റീസസിലോട്ട് ഓപ്പൺ ചെയ്യും. മനസ്സിലായോ? ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ആയിരിക്കും നമുക്ക്. ഇതാണ് പൊസിഷൻസ്. ഫ്രോണ്ടൽ ബോണിനകത്ത് ഫ്രോണ്ടൽ എയർ സൈനസ്, എത്തമോയിഡിനകത്ത് എത്തമോയിഡൽ എയർ സൈനസ്, മാക്സിലയുടെ അടുത്ത് മാക്സിലറി എയർ സൈനസ്, സ്ഫീനോയിഡിനകത്ത് സ്ഫീനോയിഡൽ എയർ സൈനസ്. അത് പൊസിഷൻ ആണ്, കണ്ടോ? ഇതാണ് നേസൽ ക്യാവിറ്റിയായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പാരാനേസൽ എയർ സൈനസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ എയർ സൈനസസ് എല്ലാമാണ് ലാറ്ററൽ വാൾ ഓഫ് നോസിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്. ഇനി പെട്ടെന്ന് പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ആർട്ടീരിയൽ സപ്ലൈ ഓഫ് നേസൽ സെപ്റ്റവും ലാറ്ററൽ വാൾ ഓഫ് നോസും, നെർവ് സപ്ലൈ ഓഫ് ലാറ്ററൽ വാൾ ഓഫ് നോസും, നേസൽ സെപ്റ്റവും. ഇപ്പൊ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ കണ്ടപ്പോ നമുക്ക് മനസ്സിലായി ഒരു സെമി ക്വാഡ്രാങ്കുലാർ ഷേപ്ഡ് സ്ട്രക്ചറാണ് അല്ലേ? നേസൽ സെപ്റ്റം ആയിക്കോട്ടെ ലാറ്ററൽ വാൾ ആയിക്കോട്ടെ, അതൊരു ക്വാഡ്രാങ്കുലർ ഷേപ്ഡ് അല്ലേ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആ ക്വാഡ്രാങ്കുലർ ഷേപ്പിനെ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആ ഡിവൈഡ് ചെയ്യുമ്പോ ഇതിനെ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്താല് എങ്ങനെയാണ് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? ആൻഡ്രോ സുപ്പീരിയർ ക്വാഡ്രന്റ്, ആൻഡ്രോ ഇൻഫീരിയർ ക്വാഡ്രന്റ്, പോസ്ട്രോ സുപ്പീരിയർ ക്വാഡ്രന്റ്, പോസ്ട്രോ ഇൻഫീരിയർ ക്വാഡ്രന്റ്. മനസ്സിലായോ? നേസൽ സെപ്റ്റത്തിനെ നമുക്ക് നെർവ് സപ്ലൈ ആയാലും ആർട്ടീരിയൽ സപ്ലൈ ആയാലും എങ്ങനെയാ നമ്മൾ പഠിക്കാന്ന് വെച്ചാൽ 4ആയിട്ട് ഡിവൈഡ് ചെയ്താണ് പഠിക്കുന്നത്. എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ഈ ക്യാവിറ്റീനെ നമ്മൾ ഒരു സെൻട്രലി വരയ്ക്കുന്ന ഒരു ഹൊറിസോണ്ടൽ ലൈൻ കൊണ്ടും ഒരു വെർട്ടിക്കൽ ലൈൻ കൊണ്ടും 4ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് വെച്ചോ. അങ്ങനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 ക്വാഡ്രൻസ് കിട്ടില്ലേ? ആ 4 ക്വാഡ്രൻസ് കിട്ടുന്നത് നേസൽ ബോണിന്റെ പോർഷനിലേക്ക് ഇരിക്കുന്നത് ആൻഡ്രോ സുപ്പീരിയർ ക്വാഡ്രന്റ് ആയിരിക്കും. അതുപോലെ നോസ്ട്രിൽസിന്റെ പോർഷനിലേക്ക് ഇരിക്കുന്നത് ആൻഡ്രോ ഇൻഫീരിയർ ക്വാഡ്രന്റ് ആയിരിക്കും അല്ലെ? സ്ഫീനോയിഡിന്റെ പോർഷനിലേക്ക് ഇരിക്കുന്നത് പോസ്ട്രോ സുപ്പീരിയർ സുപ്പീരിയർലി ഇരിക്കുന്ന ക്വാഡ്രന്റ് ആയിരിക്കും. അതുപോലെ നമുക്ക് സോഫ്റ്റ് പാലറ്റിന്റെ പോർഷനിലേക്ക് ഇരിക്കുന്നത് ആരായിരിക്കും? പോസ്ട്രോ ഇൻഫീരിയർ ക്വാഡ്രന്റ് ആയിരിക്കും. ഇതായിരിക്കും 4 ക്വാഡ്രന്റ്സ് എന്ന് പറയുന്നത് അല്ലെ? 4ആയിട്ട് ഡിവൈഡ് ചെയ്ത ഓരോ ക്വാഡ്രന്റും ഇതായിരിക്കും. ആൻഡ്രോ സുപ്പീരിയർ, ആൻഡ്രോ ഇൻഫീരിയർ, പോസ്ട്രോ സുപ്പീരിയർ, പോസ്ട്രോ ഇൻഫീരിയർ. ഇത്ര മനസ്സിലായോ? അപ്പൊ നേസൽ സെപ്റ്റത്തിന് ലാറ്ററൽ വാളിനെ നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോ അത് വെച്ചിട്ടാണ് നെർവ് സപ്ലൈയും ബ്ലഡ് സപ്ലൈയും പറയുന്നത്. ആൻഡ്രോ സുപ്പീരിയർലി സപ്ലൈ ചെയ്യുന്നത് സെപ്റ്റൽ ബ്രാഞ്ച് ഓഫ്, എല്ലാത്തിലും സെപ്റ്റൽ ബ്രാഞ്ച് തന്നെയാണ് കേട്ടോ. നേസൽ സെപ്റ്റത്തിന് സപ്ലൈ ചെയ്യുന്നത് എല്ലാം തന്നെ സെപ്റ്റൽ ബ്രാഞ്ച് ആണ്. അപ്പൊ സെപ്റ്റൽ ബ്രാഞ്ച് ഓഫ് ആന്റീരിയർ എത്തമോയിഡൽ ആർട്ടറി, സെപ്റ്റൽ ബ്രാഞ്ച് ഓഫ് ആന്റീരിയർ എത്തമോയിഡൽ ആർട്ടറി. ആന്റീരിയർ എത്തമോയിഡൽ ആർട്ടറി എന്ന് പറയുന്നത് ഒപ്താൽമിക് ആർട്ടറിയുടെ ബ്രാഞ്ചാണ്. ഒപ്താൽമിക് ആർട്ടറിയുടെ ബ്രാഞ്ചാണ്. ഇന്റർണൽ കരോട്ടിഡിന്റെ ബ്രാഞ്ച് ആയിട്ടുള്ള ഒപ്താൽമിക് ആർട്ടറിയുടെ ബ്രാഞ്ചാണ് ഏത്? ആന്റീരിയർ എത്തമോയിഡൽ. അപ്പൊ ആൻഡ്രോ സുപ്പീരിയർലി സപ്ലൈ ചെയ്യുന്നത് ആന്റീരിയർ എത്തമോയിഡൽ ആർട്ടറിയുടെ ബ്രാഞ്ചാണ്. പോസ്ട്രോ സുപ്പീരിയർലി സപ്ലൈ ചെയ്യുന്നത് പോസ്റ്റീരിയർ എത്തമോയിഡൽ ആർട്ടറിയും
സ്ഫീനോപാലറ്റൈൻ ആർട്ടറിയുമാണ്. പോസ്റ്റീരിയർ എത്മോയിഡൽ ആർട്ടറി ആൻഡ് സ്ഫീനോപാലറ്റൈൻ ആർട്ടറി, ഈ രണ്ട് ആർട്ടറിയുമാണ് നേസൽ സെപ്റ്റത്തിന്റെ പോസ്ട്രോ സുപ്പീരിയർ ആസ്പെക്റ്റിൽ സപ്ലൈ കൊടുക്കുന്നത്. ആ പോസ്ട്രോ സുപ്പീരിയർ ആസ്പെക്റ്റിൽ സപ്ലൈ കൊടുക്കുന്ന പോസ്റ്റീരിയർ എത്മോയിഡൽ ആർട്ടറി ആരുടെ ബ്രാഞ്ച് ആണെന്നറിയോ? ഒപ്താൽമിക് ആർട്ടറിയുടെ ബ്രാഞ്ച് തന്നെയാണ്. അപ്പൊ ആന്റീരിയർ എത്മോയിഡിലും പോസ്റ്റീരിയർ എത്മോയിഡിലും ഒപ്താൽമിക് ആർട്ടറിയുടെ ബ്രാഞ്ചുകളാണ് കേട്ടോ. സ്ഫീനോപാലറ്റൈൻ ആർട്ടറി എന്ന് പറയുന്നത് മാക്സിലറി ആർട്ടറിയുടെ ബ്രാഞ്ചാണ്. മാക്സിലറിയുടെ ആർട്ടറിയുടെ ബ്രാഞ്ചാണ്. അപ്പോ നമ്മൾ ഇത് മാത്രം എഴുതണം എന്നുള്ളൂ, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഏതിന്റെയാണ് ബ്രാഞ്ച് എന്നുള്ളത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആന്റീരിയർ എത്മോയിഡൽ ആർട്ടറി ബ്രാഞ്ച് ഓഫ് ഒപ്താൽമിക് ആർട്ടറി ആൻഡ്രോ സുപ്പീരിയർലിയും, പോസ്റ്റീരിയർ എത്മോയിഡൽ ആർട്ടറി ബ്രാഞ്ച് ഓഫ് ഒപ്താൽമിക് ആർട്ടറി അലോങ് വിത്ത് ദ സ്ഫീനോപാലറ്റൈൻ ആർട്ടറി ബ്രാഞ്ച് ഓഫ് മാക്സിലറി ആർട്ടറി അറ്റ് ദ പോസ്ട്രോ സുപ്പീരിയർലിയും നേസൽ സെപ്റ്റത്തിന് സപ്ലൈ ചെയ്യും. ഈ രണ്ട് കാര്യം മനസ്സിലായോ? Yes, ma'am. Yes, ma'am. ഇതാണ് ഡയഗ്രാം. ഇങ്ങനെ ഈ ഉള്ളിൽ നിന്ന് വന്ന് ആന്റീരിയർ എത്മോയിഡിൽ ആന്ററോ സുപ്പീരിയറിൽ ഇവിടെയൊക്കെ ബ്രാഞ്ച് കൊടുത്ത് സപ്ലൈ കൊടുക്കും. ഇയാള് പോസ്റ്റീരിയർ എത്മോയിഡിൽ വന്ന് പോസ്റ്റീരിയർ സുപ്പീരിയർ ആസ്പെക്റ്റിലും സ്ഫീനോപാലറ്റൈനും പോസ്റ്റോ സുപ്പീരിയറിൽ ബ്രാഞ്ച് കൊടുത്ത് സപ്ലൈ കൊടുക്കും. ഇത് രണ്ടും മനസ്സിലായോ? ഇനി താഴെ ആൻഡ്രോ ഇൻഫീരിയർലിയും പോസ്റ്റോ ഇൻഫീരിയർലിയും. ആൻഡ്രോ ഇൻഫീരിയർലി സെപ്റ്റൽ ബ്രാഞ്ച് ഓഫ് സുപ്പീരിയർ ലേബിയൽ ആർട്ടറി. സുപ്പീരിയർ ലേബിയൽ ആർട്ടറി എന്തിന്റെ ബ്രാഞ്ചാ? ഫേഷ്യൽ ആർട്ടറിയുടെ ബ്രാഞ്ച്. അപ്പൊ ആൻഡ്രോ ഇൻഫീരിയർലി നമുക്കറിയാം അപ്പർ ലിപ്പിനെ സപ്ലൈ ചെയ്യുന്ന ആള് നമ്മൾ അതിന്റെ ഒപ്പം പറഞ്ഞു അപ്പർ ലിപ്പ് ആൻഡ് ദ ആൻഡ്രോ ഇൻഫീരിയർ ആസ്പെക്ട് ഓഫ് നേസൽ സെപ്റ്റം. ഓർമ്മയുണ്ടോ? സുപ്പീരിയർ ലേബിയലിന്റെ സപ്ലൈ പറഞ്ഞ ഏരിയ ഓഫ് സപ്ലൈ പറഞ്ഞപ്പോ അപ്പർ ലിപ്പും ആൻഡ്രോ ഇൻഫീരിയർ ആസ്പെക്ട് ഓഫ് നേസൽ സെപ്റ്റം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആൻഡ്രോ ഇൻഫീരിയർലി സെപ്റ്റൽ ബ്രാഞ്ച് ഓഫ് സുപ്പീരിയർ ലേബിയൽ ആർട്ടറി, പോസ്ട്രോ ഇൻഫീരിയർലി സെപ്റ്റൽ ബ്രാഞ്ച് ഓഫ് ഗ്രേറ്റർ പാലറ്റൈൻ ആർട്ടറി ആൻഡ് സ്ഫീനോപാലറ്റൈൻ ആർട്ടറി. ഗ്രേറ്റർ പാലറ്റൈൻ ആർട്ടറിയും സ്ഫീനോപാലറ്റൈൻ ആർട്ടറിയും മാക്സിലറി ആർട്ടറിയുടെ ബ്രാഞ്ചസ് ആണ്. അപ്പൊ പോസ്ട്രോ ഇൻഫീരിയർലി സപ്ലൈഡ് ബൈ ദ ഗ്രേറ്റർ പാലറ്റൈൻ ആർട്ടറി ആൻഡ് സ്ഫീനോപാലറ്റൈൻ ആർട്ടറി. ആൻഡ്രോ ഇൻഫീരിയർലി സുപ്പീരിയർ ലേബിയൽ ബ്രാഞ്ച് ഓഫ് ഫേഷ്യൽ ആർട്ടറി. ഇതിന്റെ സ്പെഷ്യാലിറ്റി ആന്റീരിയർ എത്മോയിഡലിന്റെ ബ്രാഞ്ചസും സ്ഫീനോപാലറ്റൈന്റെ ബ്രാഞ്ചസും ഗ്രേറ്റർ പാലറ്റൈൻ ആർട്ടറിയുടെ ബ്രാഞ്ചസും സുപ്പീരിയർ ലേബിയൽ ആർട്ടറിയുടെ ബ്രാഞ്ചസും കൂടി ആൻഡ്രോ ഇൻഫീരിയർ ഏരിയയില് ആൻഡ്രോ ഇൻഫീരിയർ പാർട്ടില് ഒരു ലിറ്റിൽസ് ഏരിയ എന്ന് പറഞ്ഞ് ദ മോസ്റ്റ് വസ്കുലറൈസ്ഡ് ഏരിയ ഫോം ചെയ്യും. ഇതിന്റെ എല്ലാ ബ്രാഞ്ചസും സപ്ലൈ കൊടുക്കുന്ന ഒരു ഏരിയ ആൻഡ്രോ ഇൻഫീരിയർലി ഉണ്ട് നേസൽ സെപ്റ്റത്തില്. അതിന്റെ പേരാണ് ലിറ്റിൽസ് ഏരിയ. ലിറ്റിൽസ് ഏരിയ. ഈ പ്ലക്സസ് ഓഫ് ബ്ലഡ് വെസൽസിന് പറയുന്ന പേരാണ് കെസൽബാക്സ് പ്ലക്സസ്. കെസൽബാക്സ് പ്ലക്സസ് എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഓഫ് ബ്ലഡ് വെസൽസ് ക്യാൻ ബി സീൻ at the antero-inferior aspect of the nasal septum, which is that space is known as little's area. മനസ്സിലായോ? That little's area എന്ന് പറയുന്നത് it is the commonest site of epistaxis. Commonest site of epistaxis. Epistaxis എന്ന് വെച്ച് കഴിഞ്ഞാൽ nasal bleeding. നമ്മള് ചുമ്മാ ചിലപ്പോ സ്നീസ് ചെയ്യുമ്പോ ബ്ലഡ് വരാം അല്ലെ? അതുപോലെ ലോവർ പാർട്ട് ഓഫ് നേസൽ ക്യാവിറ്റി ലോവർ പാർട്ടിലൊക്കെ ജസ്റ്റ് നമ്മുടെ നെയിൽസ് ഒക്കെ കൊണ്ട് അപ്പൊ തന്നെ ബ്ലഡ് വരും. ദാറ്റ് ഈസ് ബിക്കോസ് ദർ ഇസ് ഹൈലി റിച്ച്ലി വസ്കുലറൈസ്ഡ് ഏരിയ ഇസ് ദർ ആൻഡ്രോ ഇൻഫീരിയർ ആസ്പെക്റ്റില്. ദാറ്റ് ആസ്പെക്ട് ഇസ് നോൺ ആസ് എ ലിറ്റിൽസ് ഏരിയ. ആൻഡ്രോ ഇൻഫീരിയർ ആസ്പെക്റ്റില് ഏറ്റവും കൂടുതൽ ബ്ലഡ് സപ്ലൈ ഉള്ള ഏരിയയാണ് ലിറ്റിൽസ് ഏരിയ. ആ ലിറ്റിൽസ് ഏരിയയിൽ ആരൊക്കെ ചേർന്നാണ്? ആന്റീരിയർ എത്മോയിഡലിന്റെ ബ്രാഞ്ചസും സ്ഫീനോപാലറ്റൈൻ ആർട്ടറിയുടെ ബ്രാഞ്ചസും ഗ്രേറ്റർ പാലറ്റൈൻ ആർട്ടറിയുടെ ബ്രാഞ്ചസും സുപ്പീരിയർ ലേബിയൽ ആർട്ടറിയുടെ ബ്രാഞ്ചസും ചേർന്ന ഒരു നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസ് ഫോം ചെയ്യുന്നുണ്ട്, ബ്ലഡ് വെസൽസ് ഫോം ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണ് കെസൽബാക്സ് പ്ലെക്സസ്. ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? ഇത് ഈ ഡയഗ്രത്തിൽ നിന്നാണ് വിസിബിൾ ആണത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെ? ഐ ആം എക്സ്പ്ലെയിനിങ് ദ ഡയഗ്രാം. I think you can see the diagram, all of you, അല്ലേ? Yes, ma'am. Okay. അപ്പോ ഇതാണ് നമ്മൾ നേസൽ സെപ്റ്റത്തിന്റെ ആർട്ടീരിയൽ സപ്ലൈ പഠിച്ചത്. മനസ്സിലായോ?
നേസൽ സെപ്റ്റത്തിന് പോസ്റ്റീരിയർ എത്മോയിഡൽ ആർട്ടറി, ആന്റീരിയർ എത്മോയിഡൽ ആർട്ടറി, സുപ്പീരിയർ ലേബിയൽ ആർട്ടറി, ഗ്രേറ്റർ പാലറ്റൈൻ ആർട്ടറി, സ്ഫീനോപാലറ്റൈൻ ആർട്ടറി. ഈ 4 ആർട്ടറീസ് ആണ് 4 സൈഡിൽ നിന്നും സപ്ലൈ കൊടുക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ബ്ലഡ് സപ്ലൈ നർവ് സപ്ലൈ ഉള്ള ഒരു പോർഷൻ ആണ് കേട്ടോ നേസൽ സെപ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ആ ബ്ലഡ് വെസൽസ് ഹൗ ഇറ്റ് ഈസ് പ്രസന്റ് എന്നുള്ളത്. ഇത് നമ്മൾ ഈ ഡയഗ്രാം നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ എടുത്ത് നോക്കുക. അത്രയേ ഉള്ളൂ. നമ്മൾ പഠിച്ച അതിന്റെ ഓരോ ബ്രാഞ്ചസും എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് കറക്റ്റ് പൊസിഷൻ. ഇതിനകത്ത് ഇത് നേസൽ സെപ്റ്റ് ഇങ്ങനെ പൊളിച്ചിട്ട് അപ്പുറത്തോട്ട് നിവർത്തി വെച്ചേക്കുന്ന പോലെയുള്ള ഒരു ഇതാണ് കാണിച്ചേക്കുന്നത് കേട്ടോ. ഇത് ലാറ്ററൽ വാൾ ഓഫ് നോസും ഇത് നേസൽ സെപ്റ്റും. കാണാമോ, മനസ്സിലാവുന്നുണ്ടോ? കട്ട് ചെയ്ത് നേസൽ സെപ്റ്റത്തിന്റെ മുകളിലേക്ക് വെച്ചേക്കുന്നത്. ഇതില് ലിറ്റിൽസ് ഏരിയ എവിടെയായിട്ട് വരും? ആൻഡ്രോ ഇൻഫീരിയർ ആസ്പെക്ടിൽ ഇതാ നമ്മളുടെ ആല ഓഫ് നോസ്, നമ്മൾ ഇത് ഏട്രിയം ഓഫ് മിഡിൽ മിയാറ്റസ് പഠിച്ചില്ലേ? ഏട്രിയം ഓഫ് മിഡിൽ മിയാറ്റസിലാണ് ലിറ്റിൽസ് ഏരിയ വരുന്നത് ഈ പോർഷനിൽ. ഓക്കെ, ഇനി അതിന്റെ ലാറ്ററൽ വാൾ ഓഫ് നേസൽ കാവിറ്റിയുടെ ഇത് ബ്ലഡ് സപ്ലൈ പറയുന്നത് ഇത് ഇവിടെയാണ്. നേസൽ സെപ്റ്റത്തിലാണ് ഏട്രിയത്തിന്റെ റെസ്പോണ്ട് ചെയ്യുന്ന ഇത് ഈ പൊസിഷൻ ആണ് ഞാൻ പറഞ്ഞത്. ശരിക്കും അത് നേസൽ സെപ്റ്റത്തിലാണ് കാണുന്നത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, നേസൽ സെപ്റ്റത്തിലാണ് കാണുന്നത്. ഈ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ പൊസിഷനിലെന്ന് ഞാൻ കാണിച്ചത്. ഏട്രിയത്തിന്റെ അതേ പൊസിഷനിൽ നേസൽ സെപ്റ്റത്തിന്റെ ആൻഡ്രോ ഇൻഫീരിയർ ആസ്പെക്ട് പറയുവാണെങ്കിൽ സെപ്റ്റൽ കാർട്ടിലേജ് നമ്മൾ കണ്ടില്ലേ? സെപ്റ്റൽ കാർട്ടിലേജ് കണ്ടത് ഓർമ്മയുണ്ടോ? ആ സെപ്റ്റൽ കാർട്ടിലേജിന്റെ സർഫസിൽ വേണമെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം. ഇവിടെ ഇത് കണ്ടോ? ഈ ഡയഗ്രാം കാണാമോ? ഓക്കെ, ഇതാണ് നേസൽ സെപ്റ്റം. ഈ നേസൽ സെപ്റ്റത്തിന് നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ വെച്ചിട്ട് 4ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് വെച്ചോ. ഇങ്ങനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഇതാണ് പോസ്റ്ററോ സുപ്പീരിയർ ആസ്പെക്ട്, ഇത് ആൻഡ്രോ സുപ്പീരിയർ ആസ്പെക്ട്, ആൻഡ്രോ ഇൻഫീരിയർ ആസ്പെക്ട്, പോസ്റ്ററോ ഇൻഫീരിയർ ആസ്പെക്ട്. അപ്പൊ ആൻഡ്രോ ഇൻഫീരിയർ ആസ്പെക്ട് എന്ന് പറയുന്നത് ഈ കാർട്ടിലേജിനസ് പോർഷൻ ആണ്. വെസ്റ്റിബ്യൂളിന്റെ തൊട്ട് പുറത്തായിട്ട് കാണുന്ന കാർട്ടിലേജിനസ് പോർഷൻ ആണ്. ആ കാർട്ടിലേജിനസ് പോർഷനിലായിരിക്കും നേസൽ സെപ്റ്റത്തില് ആൻഡ്രോ ഇൻഫീരിയർ ആസ്പെക്ടിൽ ഈ പറയുന്ന ലിറ്റിൽസ് ഏരിയ കാണാൻ പറ്റുന്നത്. മനസ്സിലായോ? അപ്പോ നമ്മൾ ഇനി അടുത്തത് പറയാൻ പോകുന്നത് ലാറ്ററൽ വാൾ ഓഫ് നോസിൽ കാണുന്ന ആർട്ടറീസ് ആണ്. സെയിം നെയിംഡ് ആർട്ടറീസ് ആണ് ലാറ്ററൽ വാളിൽ കാണാൻ പറ്റുന്നത്. ആന്റീരിയർ എത്മോയിഡൽ ആൻഡ്രോ സുപ്പീരിയർലി, പോസ്റ്ററോ സുപ്പീരിയർലി, പോസ്റ്റീരിയർ എത്മോയിഡൽ അല്ല. പിന്നെ പകരം ആരാ? സ്ഫീനോപാലറ്റൈൻ ആർട്ടറി മാത്രമേ ഉള്ളൂ. ഇനി ആൻഡ്രോ ഇൻഫീരിയർലി ഫേഷ്യൽ ആർട്ടറി, അതായത് സുപ്പീരിയർ ലേബിയൽ ബ്രാഞ്ച് തന്നെ ഫേഷ്യൽ ആർട്ടറിയും അതുപോലെ ഗ്രേറ്റർ പാലറ്റൈൻ ആർട്ടറിയും. മറ്റേത് ഗ്രേറ്റർ പാലറ്റൈൻ ആർട്ടറി പോസ്റ്റീരിയർ ആസ്പെക്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നേസൽ സെപ്റ്റത്തില്. ഇവിടെ വരുമ്പോൾ ആൻഡ്രോ ഇൻഫീരിയർലി അത് ബ്രാഞ്ച് കൊടുക്കുന്നുണ്ട്. പോസ്റ്ററോ ഇൻഫീരിയർലി ഗ്രേറ്റർ പാലറ്റൈൻ ആർട്ടറി. അപ്പൊ ഇതെല്ലാം സെയിം തന്നെയാണ്. അതിൽ ഇവിടെ പോസ്റ്റീരിയർ എത്മോയിഡൽ ആർട്ടറിക്ക് അത്ര റോളില്ല. ഇതുപോലെ ഇവിടെ ഗ്രേറ്റർ പാലറ്റൈൻ അഡീഷണലി ആൻഡ്രോ ഇൻഫീരിയറിലേക്കും കൂടി ബ്രാഞ്ച് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ വ്യത്യാസം. ബാക്കി ആർട്ടീരിയൽ നെയിം എല്ലാം സെയിം തന്നെയാണ്. ആന്റീരിയർ എത്മോയിഡൽ ആർട്ടറി ആൻഡ്രോ സുപ്പീരിയർ ക്വാഡ്രന്റ്. അവിടെ ആന്റീരിയർ എത്മോയിഡൽ ആരുടെ ബ്രാഞ്ച് ആണ് പറഞ്ഞത്? ഒപ്താൽമിക് ആർട്ടറിയുടെ ബ്രാഞ്ച്. പോസ്റ്ററോ സുപ്പീരിയർലി സ്ഫീനോപാലറ്റൈൻ ആർട്ടറി മാക്സിലറി ആർട്ടറിയുടെ ബ്രാഞ്ച്. ആൻഡ്രോ ഇൻഫീരിയർലി ഫേഷ്യൽ ആർട്ടറിയും ഗ്രേറ്റർ പാലറ്റൈൻ ആർട്ടറിയും. ഫേഷ്യൽ ആർട്ടറി എക്സ്റ്റർണൽ കർട്ടറിന്റെ ബ്രാഞ്ച്, ഗ്രേറ്റർ പാലറ്റൈൻ ആർട്ടറി എന്തിന്റെ ബ്രാഞ്ചാ? മാക്സിലറി ആർട്ടറിയുടെ ബ്രാഞ്ച്. പോസ്റ്ററോ ഇൻഫീരിയർലി ഗ്രേറ്റർ പാലറ്റൈൻ ആർട്ടറി ബ്രാഞ്ച് ഓഫ് മാക്സിലറി ആർട്ടറി. ഇതാണ് ഇത് കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ 4ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത് ലാറ്ററൽ വാളിനെ. ഇത് ആൻഡ്രോ സുപ്പീരിയർ ക്വാഡ്രന്റ്, ഇത് പോസ്റ്ററോ സുപ്പീരിയർ ക്വാഡ്രന്റ്, ഇത് പോസ്റ്ററോ ഇൻഫീരിയർ ക്വാഡ്രന്റ്, ഇത് ആൻഡ്രോ ഇൻഫീരിയർ ക്വാഡ്രന്റ്. എല്ലാവർക്കും കാണാമോ ഡയഗ്രാം? അപ്പൊ ആൻഡ്രോ സുപ്പീരിയർലി ആന്റീരിയർ എത്മോയിഡൽ ആർട്ടറിനെ കണ്ടോ? പോസ്റ്ററോ സുപ്പീരിയർലി സ്ഫീനോപാലറ്റൈൻ ആർട്ടറിനെ കാണാമോ? പിന്നെ പോസ്റ്ററോ ഇൻഫീരിയർലി ഗ്രേറ്റർ പാലറ്റൈനെ കാണാമോ? ആൻഡ്രോ ഇൻഫീരിയർലി ഫേഷ്യൽ ആർട്ടറിയുടെ ബ്രാഞ്ച്, അതായത് സുപ്പീരിയർ ലേബിയലിന്റെ ബ്രാഞ്ച്, പിന്നെ ഗ്രേറ്റർ പാലറ്റൈൻ ആർട്ടറിയുടെ ബ്രാഞ്ച്. ഇത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഈ ഡയഗ്രാം വരച്ച് പഠിച്ചാൽ അതിനകത്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതെല്ലാം എഴുതാം. ലിറ്റിൽസ് ഏരിയ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്. ആന്റീരിയർ എത്മോയിഡലും സ്ഫീനോപാലറ്റൈൻ
superior labral arteries forming a network that is named as the Kesselbach's plexus. This area is known as the Little's area. It is the commonest site of epistaxis or the nasal bleeding. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഓക്കെ, അതാണ് കാണിച്ചത്. അടുത്ത nerve supply of nasal cavity. ഇതുപോലെ തന്നെ nerve supplyക്കും നമുക്ക് ഇതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 4 ക്വാഡ്രന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആൻഡ്രോ സുപ്പീരിയർലി, പോസ്ട്രോ സുപ്പീരിയർലി, ആൻഡ്രോ ഇൻഫീരിയർലി, പോസ്ട്രോ ഇൻഫീരിയർലി. ആൻഡ്രോ സുപ്പീരിയർലി ആന്റീരിയർ എത്മോയിഡൽ നെർവ്, സെയിം നെയിംഡ് ആർട്ടറിയാണ് നമ്മൾ നേരത്തെ പഠിച്ചത് അല്ലേ? അപ്പൊ ഓർക്കാൻ എളുപ്പമുണ്ട്. നേസൽ സെപ്റ്റത്തിന്റെ ആൻഡ്രോ സുപ്പീരിയർലി ഏത് നെർവാണ്? ആന്റീരിയർ എത്മോയിഡൽ നെർവ്. ഈ ആന്റീരിയർ എത്മോയിഡൽ നെർവ് നേസോസീലിയറി നെർവ് ഒപ്താൽമിക് നെർവിന്റെ ബ്രാഞ്ച് ആയിട്ടുള്ള നേസോസീലിയറി നെർവിന്റെ ബ്രാഞ്ചാണ് ആന്റീരിയർ എത്മോയിഡൽ നെർവ്. ഒപ്താൽമിക് നെർവ് എന്ന് പറയുന്ന നെർവിന്റെ, അതായത് അത് ട്രൈജെമിനൽ നെർവിന്റെ ബ്രാഞ്ചാണ്. ഒപ്താൽമിക് നെർവിന്റെ ബ്രാഞ്ച് ആയിട്ടുള്ള നേസോസീലിയറി നെർവിന്റെ ബ്രാഞ്ചാണ് ആന്റീരിയർ എത്മോയിഡൽ നെർവ്. ഓക്കെ, അപ്പൊ എത്രയും ഓർത്തിരുന്നാൽ മതി. ആൻഡ്രോ സുപ്പീരിയറിൽ സപ്ലൈ ചെയ്യുന്ന ആരാ? ആന്റീരിയർ എത്മോയിഡൽ നെർവ്. പോസ്ട്രോ സുപ്പീരിയർലി ടെറിഗോപാലറ്റൈൻ ഗാംഗ്ലിയോൺ എന്ന് പറയുന്ന ഇതിനകത്ത് കാണാമോ? ഈ ഡയഗ്രത്തിൽ ഗാംഗ്ലിയോൺ കാണാമോ നിങ്ങൾക്ക്? ടെറിഗോപാലറ്റൈൻ ഗാംഗ്ലിയോൺ. ഈ ടെറിഗോപാലറ്റൈൻ ഗാംഗ്ലിയോൺ ആണ് നേസൽ സെപ്റ്റത്തിന്റെ പോസ്ട്രോ സുപ്പീരിയർലിയും പോസ്ട്രോ ഇൻഫീരിയർലിയും സപ്ലൈ കൊടുക്കുന്നത്. ഇത് ആൻഡ്രോ ഇൻഫീരിയറും ഇത് ആൻഡ്രോ സുപ്പീരിയറും പോസ്ട്രോ സുപ്പീരിയറും പോസ്ട്രോ ഇൻഫീരിയറും. കാരണം ഈ നേസൽ സെപ്റ്റത്തിന് ഇങ്ങനെ മടക്കി അപ്പുറത്തോട്ട് വെച്ചേക്കാം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നേസൽ സെപ്റ്റം ടേൺഡ് അപ്പ് ആണ്. അപ്പൊ ഇത് ആൻഡ്രോ ഇൻഫീരിയർ പാർട്ട്, ഇത് ആൻഡ്രോ സുപ്പീരിയർ പാർട്ട്, ഇത് പോസ്ട്രോ സുപ്പീരിയർ പാർട്ട്, ഇത് പോസ്ട്രോ ഇൻഫീരിയർ പാർട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സപ്ലൈ കൊടുക്കുന്നത് പോസ്ട്രോ ഇൻഫീരിയർലിയും പോസ്ട്രോ സുപ്പീരിയർലിയും ആരുടെ ബ്രാഞ്ചസ് സപ്ലൈ കൊടുക്കുന്നതെന്ന് നോക്കൂ. ടെറിഗോപാലറ്റൈൻ ഗാംഗ്ലിയോൺ അല്ലെ? ടെറിഗോപാലറ്റൈൻ ഗാംഗ്ലിയോണിന്റെ ബ്രാഞ്ചസിന്റെ പേരാണ് പോസ്ട്രോ സുപ്പീരിയർലി മീഡിയൽ പോസ്റ്റീരിയർ സുപ്പീരിയർ നേസൽ ബ്രാഞ്ചസ്. മീഡിയൽ പോസ്റ്റീരിയർ സുപ്പീരിയർ നേസൽ ബ്രാഞ്ച് കണ്ടോ? പോസ്റ്റീരിയർ സുപ്പീരിയർ, മീഡിയൽ പോസ്റ്റീരിയർ സുപ്പീരിയർ. മീഡിയൽ പോസ്റ്റീരിയർ സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബ്രാഞ്ചിന്റെ നെയിം കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ടെറിഗോപാലറ്റൈൻ ഗാംഗ്ലിയോണിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന, ടെറിഗോപാലറ്റൈൻ ഗാംഗ്ലിയോണിൽ നിന്ന് നേസൽ സെപ്റ്റത്തിന് സപ്ലൈ കൊടുക്കുന്ന, പോസ്റ്റീരിയർ ആസ്പെക്റ്റിൽ സപ്ലൈ കൊടുക്കുന്ന 2 സെറ്റ് ഓഫ് നെർവ്സ് ആണ്. ഒന്ന് മീഡിയൽ പോസ്റ്റീരിയർ സുപ്പീരിയർ നേസൽ ബ്രാഞ്ചസ് ഓഫ് ടെറിഗോപാലറ്റൈൻ ഗാംഗ്ലിയോണും അടുത്തത് നേസോപാലറ്റൈൻ നെർവും. നേസൽ ബ്രാഞ്ച് ഓഫ് നേസോപാലറ്റൈൻ നെർവ് ആൻഡ് ഗ്രേറ്റർ പാലറ്റൈൻ നെർവ്. ഗ്രേറ്റർ പാലറ്റൈനും ലെസർ പാലറ്റൈനും കാണാമോ? ഗ്രേറ്റർ പാലറ്റൈൻ നെർവ് ഇത് ഇവിടെ കാണാമോ? ഗ്രേറ്റർ പാലറ്റൈൻ നെർവ്, ലെസർ പാലറ്റൈൻ നെർവ്, അത് രണ്ടും ടെറിഗോപാലറ്റൈൻ ഗാംഗ്ലിയോണിൽ നിന്ന് എമേർജ് ചെയ്യുന്ന ഫൈബേഴ്സ് ആണ് കേട്ടോ. അത് എവിടെ സപ്ലൈ കൊടുക്കും? പോസ്റ്റീരിയർലി. അപ്പൊ ഇത്ര കാര്യം ആലോചിച്ചാൽ മതി. പോസ്റ്റീരിയർലി ഇൻഫീരിയർ പാർട്ടിലും സുപ്പീരിയർ പാർട്ടിലും ടെറിഗോപാലറ്റൈൻ ഗാംഗ്ലിയോണിന്റെ നെർവ്സ് ബ്രാഞ്ചസ് ആണ് സപ്ലൈ കൊടുക്കുന്നത് നേസൽ സെപ്റ്റത്തിന്. മനസ്സിലായോ? മനസ്സിലായില്ല? Can you hear me? Yes, ma'am. Yes, ma'am. Yes, പക്ഷെ മനസ്സിലാവുന്നില്ല അല്ലെ? മനസ്സിലാവുന്നില്ല പക്ഷെ, അതുകൊണ്ടാണ്. എനിക്ക് മനസ്സിലായി. ഇത്രയും ഓർത്താ മതി. ഇങ്ങനെ ഇതാണ് 4 ക്വാഡ്രന്റ്. ഈ ക്വാഡ്രന്റില് അപ്പർ ക്വാഡ്രന്റില് സുപ്പീരിയർലി ആന്റീരിയർ ക്വാഡ്രന്റില് സുപ്പീരിയർലി ആന്റീരിയർ എത്മോയിഡൽ നെർവ് സപ്ലൈ ചെയ്യുന്നു ഞാൻ പറഞ്ഞു. ലോവർ പാർട്ടില് ആന്റീരിയർ സുപ്പീരിയർ ആൽവിയോളാർ നെർവ് സപ്ലൈ ചെയ്യും. ആന്റീരിയർ സുപ്പീരിയർ ആൽവിയോളാർ നെർവ് മാക്സിലറി നെർവിന്റെ ബ്രാഞ്ചാണ് ആന്റീരിയർ സുപ്പീരിയർ ആൽവിയോളാർ നെർവ്. ഇനി പോസ്റ്റീരിയർ ആസ്പെക്റ്റില് 2 ആസ്പെക്റ്റും, അതായത് അപ്പർ ക്വാഡ്രന്റും ലോവർ ക്വാഡ്രന്റും സപ്ലൈ കൊടുക്കുന്ന ടെറിഗോപാലറ്റൈൻ ഗാംഗ്ലിയോണിന്റെ ബ്രാഞ്ചസ് ആണ്. മനസ്സിലായോ? ടെറിഗോപാലറ്റൈൻ ഗാംഗ്ലിയോണിൽ നിന്ന് പാസ് ചെയ്യുന്ന ബ്രാഞ്ചസ് ആണ്. അതില് അപ്പർ പാർട്ടിൽ സപ്ലൈ കൊടുക്കുന്ന മീഡിയൽ പോസ്റ്റീരിയർ സുപ്പീരിയർ നേസൽ ബ്രാഞ്ചസ്, മീഡിയൽ പോസ്റ്റീരിയർ സുപ്പീരിയർ നേസൽ ബ്രാഞ്ചസ് ഓഫ് ടെറിഗോപാലറ്റൈൻ ഗാംഗ്ലിയോണും ലോവർ പാർട്ടില് നേസോപാലറ്റൈൻ ആൻഡ് ഗ്രേറ്റർ പാലറ്റൈൻ നെർവ്സ്. നേസോപാലറ്റൈൻ നെർവും
ഗ്രേറ്റർ പാലറ്റൈൻ നെർവ്സുമാണ് ലോവർ പാർട്ടിൽ പോസ്റ്റീരിയർ ആസ്പെക്റ്റിൽ സപ്ലൈ കൊടുക്കുന്നത്. These are the nerves supplying the lower aspect, upper aspect of lateral wall of nose. ഏതൊക്കെയാ? ആൻഡ്രോ സുപ്പീരിയർലി ആന്റീരിയർ എത്മോയിഡൽ, ആൻഡ്രോ ഇൻഫീരിയർലി ആന്റീരിയർ സുപ്പീരിയർ ആൽവിയോളാർ nerve, പോസ്ട്രോ സുപ്പീരിയർലി മീഡിയൽ പോസ്റ്റീരിയർ സുപ്പീരിയർ nasal branch of pterygopalatine ganglion, പോസ്ട്രോ ഇൻഫീരിയർലി nasopalatine nerve and the nasal branch of greater palatine nerve. Both are the branches of pterygopalatine ganglion. Understood? Yes, ma'am. Okay. Yes, ma'am. Now ഇത് ഒന്നുകൂടി നിങ്ങൾക്ക് നന്നായിട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും. ഇത് തന്നെയാണ് നമ്മൾ എവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്? ലാറ്ററൽ വാൾ ഓഫ് നോസിലും റിപ്പീറ്റ് ചെയ്യുന്നത്. ഇതില് വ്യത്യാസം എന്താ? പോസ്റ്റീരിയർ സുപ്പീരിയർ മീഡിയൽ ബ്രാഞ്ച് എന്നായിരുന്നു നമ്മൾ മീഡിയൽ വാൾ ഓഫ് നേസൽ ക്യാവിറ്റിയിൽ പറഞ്ഞത്, അല്ലെങ്കിൽ നേസൽ സെപ്റ്റത്തിൽ പറഞ്ഞത് അല്ലെ? നേസൽ സെപ്റ്റം എന്ന് പറഞ്ഞാൽ മീഡിയൽ വാൾ ഓഫ് നേസൽ ക്യാവിറ്റി ആണല്ലോ. അപ്പോ ഇതാ ഇവിടെ മാത്രമാണ് ഇതിലൊരു വ്യത്യാസം. നോക്കൂ, പോസ്റ്റീരിയർ സുപ്പീരിയർ ലാറ്ററൽ ബ്രാഞ്ച് ഓഫ് ടെറിഗോപാലറ്റൈൻ ഗാംഗ്ലിയോൺ. മറ്റേത് മീഡിയൽ പോസ്റ്റീരിയർ സുപ്പീരിയർ ബ്രാഞ്ച് ആയിരുന്നു. ഇവിടെ ലാറ്ററൽ പോസ്റ്റീരിയർ സുപ്പീരിയർ ബ്രാഞ്ചസ് ഓഫ് ടെറിഗോപാലറ്റൈൻ ഗാംഗ്ലിയൻ. ദാറ്റ് ഈസ് ദ ഓൺലി ഡിഫറൻസ്. മനസ്സിലായോ? ആൻഡ്രോ ഇൻഫീരിയർലി സെയിം നെർവ് നേസൽ സെപ്റ്റത്തിന് സപ്ലൈ ചെയ്യുന്നതും ലാറ്ററൽ വാളിന് സപ്ലൈ ചെയ്യുന്നതും ആന്റീരിയർ സുപ്പീരിയർ ആൽവിയോളാർ നെർവാണ്. മാക്സിലറി നെർവിന്റെ ഇൻഫ്രാ ഓർബിറ്റൽ നെർവിന്റെ ബ്രാഞ്ച്, അത്രയും നമുക്ക് പോകേണ്ട. മാക്സിലറി നെർവിന്റെ ബ്രാഞ്ച് ആന്റീരിയർ സുപ്പീരിയർ ആൽവിയോളാർ നെർവ്. പോസ്ട്രോ ഇൻഫീരിയർലി ഗ്രേറ്റർ പാലറ്റൈൻ നെർവ് മാത്രമേ ഉള്ളൂ. മറ്റേതിൽ ആരുണ്ടായിരുന്നു? നേസോ പാലറ്റൈൻ നെർവ് ഉണ്ടായിരുന്നു അല്ലെ ലാറ്ററൽ വാൾ ഓഫ് നോസിൽ. അപ്പൊ ഒരു നെർവ് ഇവിടെ കുറഞ്ഞു കിട്ടി. ആരാ? നേസോ പാലറ്റൈൻ നെർവ് ഇല്ല. ഇവിടെ വന്നപ്പോ മീഡിയലിന് പകരം ലാറ്ററൽ ആണ്. ഇത്രയേ ഉള്ളൂ ഡിഫറൻസ്. അപ്പോ നേസൽ സെപ്റ്റത്തിന്റെ നെർവ് പഠിച്ച ലാറ്ററൽ വാളിൽ എഴുതാൻ ഈസിയാണ്. മനസ്സിലായോ? മനസ്സിലായില്ല, അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് അല്ലെ? ലാറ്ററൽ വാളിലും എത്രയേ ഉള്ളൂ. ലാറ്ററൽ വാളിനെയും നേസൽ സെപ്റ്റത്തിനെയും നെർവ് സപ്ലൈയുടെ ബേസിസിൽ നമുക്ക് 4 ക്വാഡ്രന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നേസൽ സെപ്റ്റത്തിനും ലാറ്ററൽ വാൾ ഓഫ് നോസിനും ആൻഡ്രോ സുപ്പീരിയർ ക്വാഡ്രന്റില് സപ്ലൈ കൊടുക്കുന്നത് ആന്റീരിയർ എത്മോയിഡൽ എന്ന പേരുള്ള നെർവാണ്. അത് ഒപ്താൽമിക് നെർവിന്റെ ബ്രാഞ്ച് ആണ്. ആൻഡ്രോ ഇൻഫീരിയർലി നേസൽ സെപ്റ്റത്തിനും ലാറ്ററൽ വാൾ ഓഫ് നോസിനും സപ്ലൈ കൊടുക്കുന്നത് ആന്റീരിയർ സുപ്പീരിയർ ആൽവിയോളാർ നെർവ് എന്ന് പറയുന്ന നെർവാണ്. ആന്റീരിയർലി സുപ്പീരിയർലി ആൽവിയോളാർ അപ്പർ ആർച്ചിൽ അല്ലെ. ആൽവിയോള എന്ന് പറയുന്നത് മാക്സിലയുടെ ടീത്ത് ഉള്ള പ്രോസസ്സിനെ പറയുന്നതാണ് ആൽവിയോളാർ പ്രോസസ്. അപ്പൊ ആന്റീരിയർ സുപ്പീരിയർ ആൽവിയോളാർ നെർവാണ് ആൻഡ്രോ ഇൻഫീരിയർലി സപ്ലൈ കൊടുക്കുന്നത്. അത് മാക്സിലറി നെർവിന്റെ ബ്രാഞ്ച് ആണ്. ഇനി ആകെ ഡിഫറൻസ് ഉള്ളത് പോസ്ട്രോ സുപ്പീരിയർലി പോസ്ട്രോ ഇൻഫീരിയർലി ആണ്. പോസ്ട്രോ സുപ്പീരിയർലി നേസൽ സെപ്റ്റത്തില് ടെറിഗോപാലറ്റൈൻ ഗാംഗ്ലിയന്റെ ലാറ്ററൽ പോസ്റ്റീരിയർ സുപ്പീരിയർ ലാറ്ററൽ ബ്രാഞ്ചസ് ആണെങ്കിൽ നേസൽ സെപ്റ്റത്തിന് പോസ്റ്റീരിയർ സുപ്പീരിയർ മീഡിയൽ ബ്രാഞ്ചസ് ആണ് സപ്ലൈ കൊടുക്കുന്നത്. പോസ്ട്രോ ഇൻഫീരിയർലി ഗ്രേറ്റർ പാലറ്റൈൻ നെർവ് 2 എണ്ണത്തിന് സപ്ലൈ കൊടുക്കും. നേസോ പാലറ്റൈൻ നെർവ് നേസൽ സെപ്റ്റത്തിന് സപ്ലൈ കൊടുക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി ഓൾഫാക്ടറി നെർവ് സപ്ലൈസ് ദ അപ്പർ പാർട്ട് ഓഫ് നേസൽ സെപ്റ്റം ആൻഡ് ലാറ്ററൽ വാൾ ഓഫ് നോസ്. Olfactory nerve supplies the upper part of nasal septum and lateral wall of nose. Now it is coming to the end. Venous drainage. The veins accompanies the arteries. ഏതൊക്കെ ആർട്ടറീസ് നമ്മൾ പറഞ്ഞു? ഓർമ്മയുണ്ടോ? ആന്റീരിയർ എത്മോയിഡൽ, പോസ്റ്റീരിയർ എത്മോയിഡൽ, സ്പീനോപാലറ്റൈൻ, ഗ്രേറ്റർ പാലറ്റൈൻ, സുപ്പീരിയർ ലേബിയൽ. ഇതിനെ എല്ലാം അതിനെല്ലാം ആ സപ്ലൈ ചെയ്യുന്ന ഏരിയാസിൽ നിന്ന് ഡ്രെയിൻ ചെയ്യുന്ന സെയിം നെയിംഡ് വെയിൻസ് ഉണ്ട്. ഡ്രെയിൻസ് ഇൻടു ഫേഷ്യൽ വെയിനിലേക്ക് ഡ്രെയിൻ ചെയ്യും, ടെറിഗോയിഡ് വീനസ് പ്ലെക്സസിലേക്ക് ഡ്രെയിൻ ചെയ്യും, ഫാരിഞ്ചൽ വീനസ് പ്ലെക്സസിലേക്ക് ഡ്രെയിൻ ചെയ്യും. വീനസ് പ്ലെക്സസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് വെയിൻസ് ആണ്, അല്ലെങ്കിൽ പ്ലെക്സസ് നെറ്റ്വർക്ക് ഓഫ് വെയിൻസ് ആണ്. അപ്പോൾ വെയിൻസ് ഇത് ആർട്ടറീസിനെല്ലാം അക്കമ്പനി ചെയ്തുകൊണ്ട് വെയിൻസ് ഉണ്ട്. ആ വെയിൻസ് എല്ലാം തന്നെ ഫേഷ്യൽ വെയിനിലേക്കും ടെറിഗോയിഡ് വീനസ് പ്ലെക്സസിലേക്കും ഫാരിഞ്ചൽ വീനസ് പ്ലെക്സസിലേക്കുമാണ് ഡ്രെയിൻ ചെയ്യുന്നത്. ഇനി ലിംഫാറ്റിക്
nasal cavity പറ്റി lymphatic drainage of nose എന്ന് പറയുന്നത് anterior half of nasal cavity submandibular lymph nodes-ലേക്കും posterior half of nasal cavity retropharyngeal lymph nodes, pharynxന്റെ behind posterior to pharynx കാണുന്ന lymph nodes-ലേക്ക് retropharyngeal lymph nodes-ലേക്കുമാണ് drain ചെയ്യുന്നത്. anterior half of nasal cavity submandibular lymph nodes-ലേക്കും posterior half of nasal cavity retropharyngeal lymph nodes-ലേക്കുമാണ് drain ചെയ്യുന്നത്. അപ്ലൈഡ് അനാട്ടമി, രണ്ട് അപ്ലൈഡ് അനാട്ടമീസ് ആണ്. ഒന്ന് റൈനൈറ്റിസ്, അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ കോമൺ കോൾഡ്, ഇൻഫ്ലമേഷൻ ഓഫ് മ്യൂക്കസ് മെംബ്രെയിൻ ലൈനിങ് ദ നേസൽ ക്യാവിറ്റി. ഇൻഫ്ലമേഷൻ ഓഫ് മ്യൂക്കസ് മെംബ്രെയിൻ ലൈനിങ് ദ നേസൽ ക്യാവിറ്റി ഇസ് നോൺ ആസ് റൈനൈറ്റിസ്. എന്താണ് വൈറൽ ഇൻഫെക്ഷൻസ് സിംറ്റംസ് എന്ന് പറയുന്നത് നേസൽ ബ്ലോക്കേജ്, സ്നീസിങ്, വാട്ടർ ഡിസ്ചാർജ് ഫ്രം ദ നോസ്, നമ്മൾ കോമൺലി കോൾഡ് എന്ന് പറയുന്ന ആ കണ്ടീഷൻ. അലർജിക് റൈനൈറ്റിസ് നമ്മളുടെ അലർജിക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി സ്നീസിങ് കൊണ്ടൊക്കെ ലീഡ്സ് ടു ഹൈപ്പർട്രോഫി ഓഫ് നേസൽ മ്യൂക്കോസ. ഹൈപ്പർട്രോഫി എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഇൻഫ്ലമേഷൻ of nasal mucosa that can be lead to nasal blockage, that is allergic rhinitis. Deviation, അതാണ് another important thing. Nasal septal deviation എന്ന് പറയുന്നത് as a result of displacement of nasal septum to any of the side. Nasal septum normally median പൊസിഷനിലാണെങ്കിൽ പോലും either റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ കുറച്ച് ഒന്ന് ഡീവിയേറ്റഡ് ആയിരിക്കും നോർമൽ തന്നെ. അത് തന്നെ ചിലരിൽ കുറച്ചുകൂടി ബെൻറ്റഡ് ആയിട്ട് പോകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് നേസൽ സെപ്റ്റൽ ഡീവിയേഷൻ NSD എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണ്. ഇറ്റ് മേ ഒബ്സ്ട്രക്ട് എനി സൈഡ് ഓഫ് ദ നോസ്. അപ്പൊ ഏത് സൈഡിലേക്കാണോ കൂടുതൽ ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ സൈഡിലെ ക്യാവിറ്റിനെ അത് ഒബ്സ്ട്രക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇതുപോലെ കാണാമോ? Can you see this diagram? Yes, ma'am. Yes, ma'am. Can you see the diagram? Yes, ma'am. Yes, ma'am. Yes, ma'am. Okay, so it is deviated to one side അല്ലെ, റൈറ്റ് സൈഡിലേക്ക് നേസൽ സെപ്റ്റം ഡീവിയേറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇറ്റ് ഈസ് ഒബ്സ്ട്രക്ടിങ് ദ നോസ്. നേസൽ ക്യാവിറ്റി മുകളിൽ നിന്ന് വരുമ്പോൾ സുപ്പീരിയർ കോൺ കഴിഞ്ഞ് മിഡിൽ കോൺകയിലേക്ക് വന്ന് ഈ നേസൽ സെപ്റ്റം ടച്ച് ചെയ്തിരിക്കുക അല്ലെ. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഫ്ലോ ഒബ്സ്ട്രക്ട് ചെയ്യും, isn't it? അതുപോലെ തന്നെ അതാ മിഡിൽ മിയാറ്റസിൽ നിന്ന് വരുന്നതും അതും ഇൻഫീരിയർ കോൺകയിലേക്ക് ചെന്ന് ടച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവിടെയും ഒബ്സ്ട്രക്റ്റഡ് ആണ്. അപ്പൊ നേസൽ ഒബ്സ്ട്രക്ഷൻസ് ചിലർക്ക് സ്ഥിരമായിട്ട് റൈനൈറ്റിസ്, അപ്പൊ അതിന്റെ മൂക്കിന്റെ പാലം വളഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു, അത് സർജിക്കൽ കറക്ഷൻ വേണം എന്ന് പറഞ്ഞു എന്നൊക്കെ പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവാം. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ നേസൽ സെപ്റ്റൽ ഡീവിയേഷൻ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ നേസൽ ക്യാവിറ്റി, lateral wall and the medial wall of the nasal cavity. Have you understood? Yes, ma'am. Yes, ma'am. Say so now. Yes, ma'am. Yes, ma'am. So I will send to you the notes today itself. You have to go through the notes and study it today itself. Okay, ഇനി അടുത്ത ദിവസത്തേക്ക് വച്ചിരുന്നാൽ ഇത് മനസ്സിലാവില്ല കേട്ടോ. Okay? Okay? Okay, ma'am. Okay, ma'am. Okay, ma'am. Okay. Let me take your attendance. മിഥുൻ എനിക്ക് അറ്റൻഡൻസ് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി. ഓക്കെ മിഥുനെ, എല്ലാരോടും കൂടി പറയാണ്, ഇന്ന് തന്നെ നേസൽ സെപ്റ്റം വായിച്ചു നോക്കിയിട്ട് മനസ്സിലാവാത്ത കാര്യം എന്നോട് ചോദിക്കണം. ഞാൻ ഈ പറഞ്ഞ നേഴ്സ് ചൗരസ്യ എന്ന് പറയുന്ന ബുക്കാണ് നമ്മൾക്ക് പഠിക്കാൻ വേണ്ടി കോളേജിൽ നിന്ന് തരുന്നത് അല്ലെ. അപ്പൊ ആ ചൗരസ്യ എന്ന് പറയുന്ന ബുക്കില് കുറച്ചെല്ലാം എന്തുണ്ട്, കുറച്ചൊക്കെ വേരിയേഷൻസ് ഉണ്ടേ. അപ്പൊ അതുകൊണ്ട് നോട്ട്സ്, ടീച്ചേഴ്സ് തരുന്ന നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റ് മാത്രം റെഫർ ചെയ്തിട്ടായിരിക്കില്ല തരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഒന്ന് പിന്നെ ഞങ്ങൾ തരുന്ന നോട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനൊപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് കൂടി റെഫർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ പക്ഷെ ഇതിൽ നേഴ്സ് ഒക്കെ ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞത് തന്നെ നിങ്ങൾ പഠിച്ച് എക്സാമിൽ പറയണം കേട്ടോ. അപ്പോൾ ടെക്സ്റ്റ് കൂടി നോക്കണം. പക്ഷെ എന്നാലും എനിക്കൊന്നും ചൗരസ്യയിൽ ഇതിൽ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൽ ഏതൊക്കെയോ ടോപ്പിക്കുകളിൽ ചൗരസ്യയിൽ പറയുന്നത് വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്നിക്കൽ നിങ്ങൾ ഇത് തന്നെ നിങ്ങൾ നെറ്റിൽ നോക്കാം, അല്ലെങ്കിൽ വേറെ ടെക്സ്റ്റ് ബുക്സ് ഒന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത സ്ഥിതിക്ക് അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന കണ്ണിങ്ങാം നോക്കാം. കണ്ണിങ്ങാമിൽ കറക്റ്റ് ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവും. കാരണം പ്രാക്ടിക്കൽ അനാട്ടമി അല്ലേ, പ്രാക്ടിക്കൽ ബേസിസിൽ കൊടുത്തേക്കുന്നതുകൊണ്ട് കണ്ണിങ്ങാമിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അല്ലാത്തത്
ബാക്കി 2-3 ടെക്സ്റ്റ് ബുക്സുകൾ ഒരുമിച്ച് നോക്കിയിട്ട് വേണം നമ്മളത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നോട്ട്സിൽ അത്രയും കറക്റ്റ് ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഞാൻ എക്സെപ്റ്റ് ആ ഹിസ്റ്റോളജിയിൽ അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു, അതിന് ഞാൻ നിങ്ങളോട് സോറി ചോദിക്കുകയാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ടുഡേസ് സെഷൻ. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. നന്നായിട്ട് ഇന്ന് തന്നെ വായിച്ചു നോക്കുക. നേസൽ സെപ്റ്റം ഇമ്പോർട്ടൻറ്റ് പ്രാക്ടിക്കൽ ടോപ്പിക് ആണ്. നേസൽ ലാറ്ററൽ വാൾ ഓഫ് നോസ് ഡിസ്കഷൻ ടോപ്പിക് ആണ്. അതുപോലെ എക്സാമിന് ഏറ്റവും കൂടുതൽ സ്പോട്ടേഴ്സ് വയ്ക്കുന്നത് നേസൽ ക്യാവിറ്റിയിൽ നിന്നാണ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? Okay, ma'am. Okay, ma'am. Okay, ma'am. Okay, so that you can leave